ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ പ്രകാശവുമായി ബന്ധപ്പെട്ട ലെൻസ് ആൻഡ് മിറേഴ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആൾറെഡി 2 ക്ലാസ്സുകൾ ലെൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലൂടെ ലെൻസിലെ ആൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മിറേഴ്സിനെ പറ്റി പഠിക്കാൻ വേണ്ടി തുടങ്ങി. ദർപ്പണങ്ങളുമായി ബന്ധപ്പെട്ട് ആൾറെഡി നമ്മൾ ഒരു ക്ലാസ് ചെയ്തു. ഇന്നത്തത് അതിന്റെ 2ാമത്തെ സെക്ഷൻ ആണ്. സോ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ദർപ്പണവുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് പോവാടാ. അങ്ങനെയാണെങ്കിൽ ദർപ്പണങ്ങൾ, നമ്മുടെ മിറേഴ്സിന്റെ മലയാളമാണ് എന്തെന്ന് പറയുന്നത്? ദർപ്പണം അല്ലേ? ദർപ്പണം എന്ന് പറയുമ്പോൾ ദർപ്പണം ഒരു അധാര്യ വസ്തുവാണ് അല്ലേ? ദർപ്പണം ഒരു അധാര്യ വസ്തുവാണ്. പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ് അധാര്യ വസ്തുക്കൾ. സോ പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ അല്ലേ? ഇവിടെ നമ്മുടെ ദർപ്പണം ഒരു അധാര്യ വസ്തുവാണ്. ദർപ്പണം പ്രകാശത്തെ എന്ത് ചെയ്യില്ല? കടത്തിവിടില്ല. ഇനി ദർപ്പണത്തിൽ നടക്കുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? അത് പ്രകാശത്തിന്റെ പ്രതിപതനമാണ് അല്ലെ? പ്രകാശ പ്രതിപതനമാണ് ഏതിന്റെ അകത്ത് നടക്കുന്നത്? നമ്മുടെ ദർപ്പണത്തിന്റെ അകത്ത് നടക്കുന്നത്. തട്ടി തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിന്റെ പ്രതിപതനം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇനി അതിനുശേഷം പ്രകാശത്തിന്റെ ഏത് തരം പ്രതിപതനമാണ് നടക്കുന്നത്? മിനുസമുള്ള പ്രതലങ്ങളിൽ തട്ടി പ്രകാശം പ്രതിഫലിക്കുന്നു. അതാണ് ക്രമപ്രതിപതനം അല്ലെ? അപ്പൊ പ്രകാശത്തിന്റെ ക്രമപ്രതിപതനമാണ് ദർപ്പണത്തിൽ നടക്കുന്നത്. നമ്മൾ ഇതെല്ലാം പറഞ്ഞതാണ്. ക്ലിയർ അല്ലേ? ഇവിടെ നമ്മൾ പഠിച്ച മറ്റൊരു കേസാണ് നമ്മുടെ എന്താണ് സമതല ദർപ്പണങ്ങൾ. സമതല ദർപ്പണങ്ങൾ എന്താണ്? ഈ സമതല ദർപ്പണങ്ങൾ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയാണ് സമതല ദർപ്പണം എന്ന് പറയുന്നത് അല്ലെ? സമതല ദർപ്പണം എന്ന് വെച്ചാൽ മുഖം നോക്കുന്ന കണ്ണാടിയാണ്. സമതല ദർപ്പണത്തിന്റെ പ്രത്യേകത എന്താണ്? അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാർഷിക വിപര്യം സംഭവിക്കും അല്ലെ? എന്താണ് ഈ പാർഷിക വിപര്യം? ഇടതുള്ളത് വലതും വലതുള്ളത് ഇടതുമായി തോന്നും. അടുത്തത് നോക്കിക്കോ. അതിനുശേഷം വസ്തുവിന്റെ വലിപ്പവും അതുപോലെ തന്നെ പ്രതിബിംബത്തിന്റെ വലിപ്പവും തുല്യമായിരിക്കും അല്ലേടാ? നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി നമ്മൾ ആലോചിച്ചാൽ പോരെ? നമ്മൾ കണ്ണാടിയിൽ മുഖം നോക്കുമ്പോൾ നമ്മുടെ വലിപ്പം തന്നെയാണ് പ്രതിബിംബത്തിന്റെ വലിപ്പവും അല്ലെ? അല്ലെങ്കിൽ നമ്മളെയും പ്രതിബിംബത്തിന്റെ വലിപ്പം എന്താണ്? സെയിം ആണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും അതുപോലെ തന്നെ നമ്മുടെ ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും എന്താണ്? സെയിം ആണ് അല്ലെ? ഇത് മൂന്നും പഠിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് എന്ത് പറഞ്ഞു തന്നു? നിങ്ങൾ മുഖം നോക്കുന്ന കണ്ണാടി മാത്രം ആലോചിച്ചാൽ മതി അല്ലെ? നമ്മൾ കണ്ണാടി പോയി മുഖം നോക്കുന്ന സമയത്ത് നമ്മുടെ അതേ വലിപ്പം തന്നെയാണ് ആ കാണുന്ന പ്രതിബിംബത്തിന്റെ വലിപ്പവും. നമ്മളും ദർപ്പണവും തമ്മിലുള്ള അകലം തന്നെയാണ് ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലം. നമ്മൾ പുറകിലോട്ട് പോയാൽ അതിൻ്റെ അകത്തുള്ള ആ നമ്മുടെ ഇമേജും എന്ത് ചെയ്യും? പുറകിലോട്ട് പോകും. നമ്മൾ അടുത്തോട്ട് വന്നാൽ ആ ഇമേജും എന്ത് ചെയ്യും? അടുത്തോട്ട് വരും. സോ ഈ 3 കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിച്ചതാണ്. അപ്പൊ നമ്മൾ സമതല ദർപ്പണം വരെയാണ് പഠിച്ചത്. അവിടെ നമ്മൾ പഠിച്ച മറ്റൊരു കേസുണ്ട്. പതന കോണും അതുപോലെ തന്നെ നമ്മുടെ ഏത് കോണ്? പ്രതിപതന കോണും തുല്യമായിരിക്കും. പതനകോണും പ്രതിപതന കോണും എന്തായിരിക്കും? തുല്യമായിരിക്കും. പതനകോണ് 40 ആണെങ്കിൽ പ്രതിപതന കോണും 40 ആയിരിക്കും. ഇനി 2 സമതല ദർപ്പണങ്ങളെ ഒരു പ്രത്യേക ആംഗിളിൽ വെച്ചതിന് ശേഷം അതിന്റെ നടുക്ക് ഒരു വസ്തു വെച്ചാൽ എത്ര പ്രതിബിംബങ്ങൾ കിട്ടും എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് 2 ദർപ്പണം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അതിന്റെ നടുക്ക് ഒരു വസ്തു വെച്ചാൽ ഇവിടുത്തെ കോണളവും തരുമല്ലേ? തന്നിട്ട് എത്ര ദർപ്പണങ്ങൾ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതെങ്ങനെ കണ്ടുപിടിക്കാം? 360 ഡിവൈഡഡ് ബൈ ആ കോണളവ് എന്നിട്ട് മൈനസ് എന്ത് ചെയ്യണം? 1 ചെയ്താൽ കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഞാൻ ക്വിക്കായിട്ട് പറഞ്ഞതാണ്. ഈ ചോദ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? നമ്മൾ ലാസ്റ്റ് ചെയ്ത ചോദ്യമാണ്. അതായത് 2 ദർപ്പണങ്ങളെ 36 ഡിഗ്രി, നമുക്ക് 2 ദർപ്പണങ്ങൾ 36 ഡിഗ്രി കോണളവിൽ വെച്ചിരിക്കുന്നു. ഇതിന്റെ നടുവിലായി ഒരു വസ്തു വെച്ചാൽ കിട്ടുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം അവിടെ 360 ഡിവൈഡഡ് ബൈ 36 അല്ലേ ആംഗിള്? 36 മൈനസ് 1. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണേടാ. 360 ഡിവൈഡ് ബൈ 36 എത്രയാണ്? 10 ആണ്. 10ൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് എത്രന്ന് കിട്ടും? 9 എന്ന് കിട്ടും. അപ്പോൾ 9 പ്രതിബിംബങ്ങളാണ് അവിടെ ഉണ്ടായത്. സോ ഇത്രയും കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്വിക്കായിട്ട് എന്ത് ചെയ്യുന്നേ ഉള്ളൂ, പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗോളീയ ദർപ്പണങ്ങളെ പറ്റിയാണ് പറയാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഈ ഗോളീയ ദർപ്പണങ്ങൾ? സ്പെരിക്കൽ മിറേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിപതന തലം ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ. പ്രതിപതന തലം ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ. സോ പ്രധാനമായിട്ടും 2 തരം ഗോളീയ ദർപ്പണങ്ങളാണ് ഉള്ളത്. സോ നമുക്ക് ഏതൊക്കെയാണ്? നമുക്ക് സിമ്പിളി എന്ത് ചെയ്യാടാ അറിയാം അല്ലെ? ഏതൊക്കെയാണത്? ഒന്ന് കോൺ വെക്സ് ദർപ്പണവും ഒന്ന് കോൺ കേവ് ദർപ്പണവും അല്ലെ? ഒന്ന് കോൺ വെക്സ് ദർപ്പണവും ഒന്ന് കോൺ കേവ് ദർപ്പണവും. സോ നമുക്ക് ഈ കോൺവെക്സ് ദർപ്പണവും കോൺകേവ് ദർപ്പണവും നമുക്കൊന്ന് നോക്കാം. സോ സിമ്പിളി നോക്കി നോക്കണം. എൻ്റെ കയ്യിൽ ഒരു
അധാര്യ വസ്തു ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഗോളമാണ്, ഒരു അധാര്യ വസ്തു ഉണ്ട്. ഈ അധാര്യ വസ്തുവിൻ്റെ സിമ്പിളി ആലോചിച്ച് നോക്കണേ, അകത്താണ്, അല്ലെങ്കിൽ നമുക്ക് അകത്ത് റഫാണ്. ഇതിൻ്റെ അകം എന്താണ്? റഫാണ്. ക്ലിയർ? അകത്തുള്ള ഭാഗം എന്താണ്? റഫാണ്. റഫായിട്ടുള്ള ഭാഗത്തെ കാണിക്കുകയാണ് ഞാൻ ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. അടുത്ത് എൻ്റെ കയ്യിൽ മറ്റൊരു അധാര്യ മാധ്യമം ഉണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താ, പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ പുറത്താണ് എന്തെന്ന് പറയുന്നത്, പുറത്താണ് റഫ് സർഫസ്, അകത്താണ് എന്തുള്ളത്, മിനുസമുള്ള സർഫസ് ഉള്ളത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സിമ്പിളി ആലോചിച്ച് നോക്കണം. സിമ്പിളി നമ്മൾ വളരെ സ്ലോയിലായിരിക്കും ഇനി പോവുക. നോക്ക്, ഞാൻ 2 അധാര്യ മാധ്യമങ്ങളുണ്ട്. ഇവരെന്ത് ചെയ്യും? പ്രകാശത്തെ പ്രതിഫലിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആദ്യത്തതിൽ ആ മിനുസമുള്ള സ്ഥലത്തല്ലേ തട്ടി എന്ത് ചെയ്യുന്നത്? പ്രതിഫലിക്കുന്നത്. സോ ആ മിനുസമുള്ളത് ആദ്യത്തതിൽ പുറത്താണ്. ക്ലിയർ ആയോ? രണ്ടാമത്തതിൽ ആ മിനുസമുള്ളത് എവിടെയാണ്? അകത്താണ്. ഓക്കെ, ഇതിൽ ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നു. ഈ ഒരു പോർഷൻ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് എടുക്കുന്നു. ഈ ഒരു പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്താൽ എനിക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു പോർഷൻ ആയിരിക്കൂലേ? ക്ലിയർ? ഓക്കെ, ഇത്രയും ഭാഗം എന്ത് ചെയ്തു? പോയി. ഇത്രയും ഞാൻ കട്ട് ചെയ്തെടുത്തില്ല, ഇത് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്? കട്ട് ചെയ്ത് എടുത്തത്. ഇതിൽ റഫായിട്ടുള്ള സ്ഥലം എവിടെ വരും? അകത്ത് വരും അല്ലേ? സോ ഇതിൽ പ്രകാശം വന്ന് തട്ടി തിരിച്ചു പോകുന്നത്, പ്രകാശം വന്ന് തട്ടി തിരിച്ചു പോകുന്നത് ഇവിടെയല്ലേ? ക്ലിയർ? ഈ ദർപ്പണത്തെ ഞാൻ വിളിക്കുന്ന പേരാണ് കോൺവെക്സ് ദർപ്പണം. എന്ത് ദർപ്പണം? കോൺവെക്സ് ദർപ്പണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഇപ്പുറത്തെ സ്ഥലം സാറൊന്ന് വെട്ടിയെടുക്കാത്ത. എടാ ഇപ്പുറത്തെ വെട്ടിയെടുത്താലും ഇങ്ങനെ വരും, അപ്പോഴും ഇങ്ങനെയായിരിക്കും. അപ്പോൾ റിഫ്ലക്ഷൻ നടക്കുന്നത് ഇവിടെ ആയിരിക്കും. ക്ലിയർ? സോ പ്രതിപതന തലമില്ലേ, അത് പുറത്തോട്ട് തള്ളിയിരിക്കുന്ന, പ്രതിപതന തലം പുറത്തോട്ട് തള്ളിയിരിക്കുന്നതാണ് എന്ന് പറയുന്നത് കോൺവെക്സ് ദർപ്പണം. ഇനി ഞാൻ ഇതിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതിൽ നിന്ന് ഞാൻ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്താൽ നോക്ക്, എനിക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരെണ്ണമായിരിക്കൂലേ? ഇങ്ങനെ ഒരെണ്ണമായിരിക്കില്ലേ എനിക്ക് കിട്ടുന്നത്? കാരണം ഇവിടെ എന്ത്? റഫാണ്. ഇവിടെ ആയിരിക്കും എന്ത് നടക്കുക? പ്രകാശം വന്ന് തട്ടി തിരിച്ചു പോകുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഞാൻ വിളിക്കുന്നതാണ് കോൺ കേവ്. കാണാൻ പറ്റുന്നില്ലായിരിക്കും, ഞാൻ ഇങ്ങോട്ട് എഴുതാം, കോൺ കേവ് ദർപ്പണം. അപ്പോഴും നിങ്ങൾ ചോദിക്കും, സാറേ ഇപ്പറ സൈഡ് കട്ട് ചെയ്തെടുത്താലോ? എടാ ഇപ്പറ സെറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ ഇതിങ്ങനെ വരും. ക്ലിയർ ആയോ? അപ്പോഴും നടക്കുന്ന ഇതിൻ്റെ അകത്തല്ലേ? ക്ലിയർ? ഇവിടെ പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞിരിക്കും, ഇവിടെ പ്രതിപതന തലം പുറത്തേക്ക് തള്ളിയിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ കോൺവെക്സ്, ഞാൻ എപ്പോഴും വല്ല കൈ ഇങ്ങനെ പിടിക്കുക, പുറത്തോട്ട് തള്ളിയിരിക്കുന്നു കോൺവെക്സ്, അകത്തോട്ട് കുഴിഞ്ഞിരിക്കുന്നു അതാണ് കോൺ കേവ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പോൾ കോൺവെക്സ് ദർപ്പണവും കോൺകേവ് ദർപ്പണവും നിങ്ങൾക്ക് പക്കയായി. നമുക്ക് ഇതും കൂടെ പഠിച്ചതിന് ശേഷം ലെൻസും ഈ ദർപ്പണങ്ങളും നമുക്ക് മിക്സ് ചെയ്ത് പഠിക്കാമേ. ഇപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ കൺഫ്യൂഷൻ അടിക്കുന്നത്, നമ്മൾ ദർപ്പണം പഠിക്കുന്നത്, ലെൻസ് പഠിക്കുമ്പോൾ ഓക്കെ ആയിരിക്കും, എന്നിട്ട് ദർപ്പണം പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ അടിക്കും, ഇത് വേണ്ട, നമുക്ക് ആദ്യം ദർപ്പണം കൂടെ പഠിക്കാം, എന്നിട്ട് രണ്ടും എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. ക്ലിയർ ആയോ നിങ്ങൾക്ക്? സോ അങ്ങനെയാണെങ്കിൽ കോൺവെക്സ് ദർപ്പണം നോക്ക്, അതിന് കമ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇത് പഠിക്കണം. ക്ലിയർ ആണ് നിങ്ങൾക്ക്? കോൺവെക്സ് ദർപ്പണം ഇതാണ് കോൺവെക്സ്, ഇതാണ് കോൺകേവ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 1-2 വാക്കുകൾ പരിചയപ്പെടാൻ വേണ്ടിയുണ്ട്. സിമ്പിളാണ്ടാ, ഞാൻ വാക്കുകൾ എടുത്ത് അങ്ങ് പറയാൻ വേണ്ടി പോവുകയാണ്. ഫസ്റ്റ് നോക്കിക്കോ, നമുക്ക് ആസ് യൂഷ്വൽ ഞാൻ എന്ത് ചെയ്യാം? രണ്ടും വരച്ച് പറഞ്ഞു തരാം. സോ ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് കോൺകേവ് ദർപ്പണമാണ്. ഇത് ഏത് ദർപ്പണമുണ്ടാ? ഇത് കോൺകേവ്. ഞാൻ ഈ റഫ് ഇവിടെ വരച്ചപ്പോൾ ഇതെന്തായി? കോൺകേവ് ആയി. ഇനി റഫ് ഞാൻ ഇപ്പുറത്താണ് വരച്ചതെങ്കിൽ പ്രതിപതനം ഇവിടെയാകും, അപ്പോൾ അതെന്താകും? കോൺവെക്സ് ആകും. അത്രയുള്ള പരിപാടി. സോ വരച്ചിട്ട് ഞാൻ ഇതേതോ ഒരു ഗോളത്തിൻ്റെ ഭാഗമായിരുന്നില്ലേ? സോ ആ ഗോളം, ആ ഒരു സാങ്കല്പിക ഗോളവും കൂടി ഞാൻ എന്ത് ചെയ്തു? വരച്ചു. ക്ലിയർ ആയോ നിങ്ങൾക്ക്? എന്നിട്ട് ഞാൻ ഇതിനെ പതേക്കെ നൈസായിട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്തു? മാറ്റി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതേപോലെയല്ലേ മറ്റവന് വരാൻ പോണത്? മറ്റവൻ വരുമ്പോൾ കുറച്ച് വ്യത്യാസം കാണും, മറ്റവൻ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുക? വരിക. ഇതിൽ ഇതേപോലെ ഇതേതൊരു ഗോളത്തിൻ്റെ ഭാഗമായിരുന്നു, റഫ് സർഫസ് ഞാൻ എവിടെ വരയ്ക്കും? അകത്ത് വരയ്ക്കും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അകത്ത് വരയ്ക്കും. ക്ലിയർ? ഇനി ഇത് രണ്ടും ഒരു ഗോളത്തിൻ്റെ ഭാഗമല്ലേ? ഗോളമാണെങ്കിൽ അവിടെ എന്ത് കാണും? ഒരു സെൻറ്റർ കാണും. ആ ഗോളത്തിനൊരു സെൻറ്റർ കാണും. സോ സെൻറ്റർ സി. ക്ലിയർ ആയോ? ദർപ്പണങ്ങൾ ഏത് ഗോളത്തിൻ്റെ ഭാഗമായി വരുന്നതോ അതാണ് ആ സെൻറ്റർ. ആ സെൻറ്ററിനെ സിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് വക്രതാ കേന്ദ്രം. വക്രതാ കേന്ദ്രം. ലെൻസിലും നമ്മൾ ഏതിനെ പറ്റി പഠിച്ചു? വക്രതാ കേന്ദ്രത്തെ പറ്റി പഠിച്ചു. ഇവിടെ നമ്മൾ മിററിലും പഠിക്കുന്നു, എന്താണ്? ഗോളീയ ദർപ്പണത്തിലും പഠിക്കുന്നു, ഒരു വക്രതാ കേന്ദ്രം ഉണ്ട്. ഇനി അതിനുശേഷം എന്താണ് പോൾ? എടാ ഈ മിററിൻ്റെ സെൻറ്ററില്ലേ?
ഈ മിററിൻ്റെ സെൻറ്റർ, ഈ മിററിൻ്റെ സെൻറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പോൾ എന്ന് വിളിക്കുന്നത്. മിററിൻ്റെ സെൻറ്ററാണ് പോൾ. ലെൻസിൻ്റെ സെൻറ്റർ എന്തായിരുന്നടാ? പ്രകാശിക കേന്ദ്രം. അതും പി തന്നെയാണ് ലെറ്റർ അല്ലേ? ഇവിടെ നമ്മൾ മിററിൻ്റെ സെൻറ്ററിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? പോൾ എന്ന് വിളിക്കുന്നു. മിററിൻ്റെ സെൻറ്റർ എന്ന് വിളിക്കുന്നു, പോൾ എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയോ? അപ്പോൾ ഈ പോളാണ് എന്തെന്ന് പറയുന്നത്? പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോള്, മിററിൻ്റെ സെൻറ്റർ. അടുത്ത് നോക്കിക്കോ, എന്താണ് വക്രത ആരം? വക്രത ആരം ഈ ഗോളത്തിൻ്റെ റേഡിയസ് ഇല്ലേ, ഈ ഗോളത്തിൻ്റെ റേഡിയസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വക്രത ആരം. ഈ ഗോളത്തിൻ്റെ ഭാഗമായി എന്ത് വന്നാലും നമ്മൾ ഏത് വാക്ക് ചേർക്കും? വക്രത എന്ന വാക്ക് ചേർക്കും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? സോ അപ്പോൾ ഈ ഗോളത്തിൻ്റെ റേഡിയസ് ആണ് എന്താണ്? വക്രത ആരം. സോ ഗോളത്തിൻ്റെ റേഡിയസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻറ്റർ മുതൽ ഈ പോള് വരെ വരയ്ക്കുന്ന ഈ സ്ട്രെയിറ്റ് ലൈൻ ഇല്ലേ, ഇതും എന്താണ്? റേഡിയസ് അല്ലേ അതിൻ്റെ? ക്ലിയർ. അതായത് സെൻറ്റർ മുതൽ ഏതെങ്കിലും ഒരു സ്ഥലം വരെ ടച്ച് ചെയ്യുന്നില്ല റേഡിയസ്. സോ ഇതാണ് വക്രത ആരം. അതിനെ നമ്മൾ ആർ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. വക്രത 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 ആരം. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അടുത്ത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇവിടെ വക്രത ആരമാണ് ഈ കിടക്കുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചറിനെയും പോളിനെയും കണക്ട് ചെയ്ത് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു വിടുകയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു വിട്ടു. ക്ലിയർ. അത് ഇവിടെ വന്ന് നിന്നില്ലടാ, ഇവിടെ വന്ന് നിന്നില്ല. ഇങ്ങനെ എന്ത് ചെയ്തു? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു വെച്ചു. അതിനെ വിളിക്കുന്നതാണ് പ്രിൻസിപ്പൽ ആക്സിസ് അഥവാ മുഖ്യ അക്ഷം. ഇതിനെ വിളിക്കുന്ന പേരാണ് മുഖ്യ അക്ഷം. എടാ, ഇത് ഏത് ലെൻസാണ്? ഇത് ഏത് ലെൻസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോൺകേവ്, ഇത് കോൺവെക്സ്. രണ്ടിടത്തും ഇതേ വാക്കുകളാണ്, രണ്ട് സ്ഥലങ്ങളിലായിരിക്കും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, കോൺവെക്സിൽ അപ്പോൾ ഈ സാർ ഇവിടുത്തെ വക്രത ആരം പോയാൽ അതും പ്രിൻസിപ്പൽ ആക്സസ് ചെയ്യണം? അല്ലടാ. പ്രിൻസിപ്പൽ ആക്സസ് എന്ന് പറഞ്ഞാൽ ഈ വരച്ചിങ്ങനെ ഫുള്ളായിട്ട് വിളിച്ചുകൊണ്ട് ഈ വരയാണ് പ്രിൻസിപ്പൽ ആക്സസ്. ക്ലിയർ ആയോ? അത് ഇത് രണ്ടിനെയും ടച്ച് ചെയ്ത് ഇങ്ങനെ കടന്നു പോകും, അത്രേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യും? കടന്നു പോകും. ഈ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? 6. അത് ഇതാണ് 6, അല്ലെങ്കിൽ ഇത് തൊട്ട് ഇതുവരെയുള്ളതാണ് 6. സെൻറ്റർ തൊട്ട് ഇതിന് ഗോളത്തിൻ്റെ എവിടെയെങ്കിലും ഒരു ഭാഗം വരെ ചെന്ന് തൊടുന്ന ആ സ്ട്രേറ്റ് വരെയാണ് നമ്മൾ വൃത്തത്തിൻ്റെ റേഡിയസ് ഇല്ലടാ. സെൻറ്റർ ഇത് എവിടെ ചെന്ന് തൊട്ടാലും റേഡിയസ് അല്ലേ? സോ അത് ഇതും റേഡിയസ് ആണ്, അതിൻ്റെ ഇതും റേഡിയസ് ആണ്. ഇതെല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത്രയുള്ള പരിപാടി. ഓക്കെ. സോ റേഡിയസ് ഓഫ് കർവേച്ചർ. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് മുഖ്യ അക്ഷരത്തിൽ നമ്മൾ നോർമൽ ലെറ്റർ ഒന്നും കൊടുക്കാറില്ല, മുഖ്യ അക്ഷരം. ഓക്കെ, ക്ലിയർ. കോൺവെക്സ്, കോൺകേവ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ്, കോൺവെക്സിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് എന്ത് വന്നത്? സെൻറ്റർ ഓഫ് കർവേച്ചർ വന്നത്. കോൺകേവിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് എന്ത് വന്നത്? സെൻറ്റർ ഓഫ് കർവേച്ചർ വന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ശരി, അങ്ങനെയാണെങ്കിൽ നമുക്കടുത്തത് ഈ പറഞ്ഞ വാക്കുകൾ. ഇതിൽ നമ്മൾ വിട്ടുവരു വാക്കാണ് അപ്പർച്ചർ. എന്താണ് അപ്പർച്ചർ? ഒരു ദർപ്പണത്തിൻ്റെ പ്രതിപതന തലമാണ് അപ്പർച്ചർ. അതായത് ഈ സ്ഥലമില്ലടാ, ഈ പ്രതിപദിക്കുന്ന സ്ഥലം, ഈ പ്രതലം, ഇതിനെ വിളിക്കുന്ന പേരാണ് അപ്പർച്ചർ. ക്ലിയർ ആയോ? ഒരു ദർപ്പണത്തിൻ്റെ, അതായത് ഒരു കോൺകേവിൻ്റെ ആവട്ടെ കോൺവെക്സിൻ്റെ ആവട്ടെ, പ്രതിപതന തലം അറിയപ്പെടുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? അപ്പർച്ചർ. ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നാണ് എൻ്റെ വിശ്വാസം. എടാ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ ഗോളീയ ദർപ്പണത്തിലും പതനകോണും പ്രതിപതനകോണും തുല്യമാണ്. അതായത് നമ്മൾ ഇവിടെ നോക്ക്, സമതല ദർപ്പണം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കുമെന്ന്. അതുപോലെ തന്നെ ഗോളീയ ദർപ്പണത്തിലും പതനകോണും പ്രതിപതനകോണും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓർത്തു വയ്ക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ശരി, അങ്ങനെയാണെങ്കിൽ കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസും കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസും നമ്മൾ ലെൻസിലും ഇതെല്ലാം പഠിച്ചില്ലേ? നിങ്ങൾ ആലോചനയുണ്ടോ? മുഖ്യ ഫോക്കസ് നമ്മൾ ലെൻസിലും എന്ത് ചെയ്തായിരുന്നു? പഠിച്ചായിരുന്നു. സോ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യാണ്? പഠിക്കുകയാണ്. കാരണം ലെൻസ് ഇട്ട് കുറച്ച് ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് മിററിൻ്റെ ക്ലാസ് തുടങ്ങുന്നത്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിപ്പോയി എനിക്ക്, അതുകൊണ്ടാണ്. സോ അപ്പോൾ നമുക്ക് ഇതിന് ശേഷം രണ്ടും കൂടെ കമ്പയറും കൂടെ ചെയ്യാടാ. സോ ഞാൻ കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് ആണ് പറയുന്നത്. അവിടെയും ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, എടാ നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട കേസാണ്, കോൺവെക്സ് ലെൻസ് എന്താണോ അതാണ് കോൺകേവ് മിറർ. കോൺവെക്സ് ലെൻസ് എന്താണോ അതാണ് കോൺകേവ് മിറർ. കോൺകേവ് ലെൻസ് എന്താണോ അതാണ് കോൺവെക്സ് മിറർ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? നമ്മൾ പ്രതിബിംബ രൂപീകരണം നോക്ക്, നമ്മൾ കോൺവെക്സ് ലെൻസിൻ്റെ പ്രതിബിംബ രൂപീകരണം പഠിച്ചില്ലേ? അത് തന്നെയാണ് നമ്മൾ കോൺകേവ് മിററിലും പഠിക്കാൻ വേണ്ടി പോകുന്നത്. സെയിം കേസാണ്. ഈ 2Fന് വരെ നമ്മൾ C എന്നിട്ട് കൊടുക്കും, അത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ കോൺകേവ് ലെൻസിൽ നമ്മൾ പ്രതിബിംബ രൂപീകരണം പഠിച്ചില്ലേ? അതാണ് നമ്മൾ കോൺവെക്സ് മിററിലും എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ അവിടെ വെച്ചേ നിങ്ങളോട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ കോൺകേവ് മിറർ, കോൺകേവ് ലെൻസ് ആണെങ്കിൽ കോൺവെക്സ് മിറർ. അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയുമെന്ന് എന്ത് ചെയ്യുക? ആലോചിച്ച് വയ്ക്കുക. സോ ഫസ്റ്റ് നോക്ക്, കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസിനെ പറ്റിയാണ് പറയുന്നത്. കോൺകേവ് ദർപ്പണത്തിന്റെ കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഞാനൊരു കോൺകേവ് ദർപ്പണം ഇവിടെ വരയ്ക്കുകയാണേ. ഇതാണ് എൻ്റെ കോൺകേവ് ദർപ്പണം. ശരി, അങ്ങനെയാണെങ്കിൽ ഇതാണ് പോള് P.
ഇവിടെ നോക്കിക്കോടാ. സോ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് എന്ത് വരച്ചു? ഒരു വര വരച്ചു. ഇതാണ് മുഖ്യ അക്ഷം. ഇതാണ് മുഖ്യ അക്ഷം. ഇത് തന്നെയാണ് ഇവിടെയും വരച്ചിട്ടിരിക്കുന്നത്. നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇതാണ്, ഇവിടെ കൊണ്ടുപോയാലും കുഴപ്പമൊന്നുമില്ല. ഇതാണ് മുഖ്യ അക്ഷം. ഓക്കെ, പി. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ ഇതാണ്, ഇവിടെയാണ് എൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ വരുന്നതെന്ന് വിചാരിക്കാം. ക്ലിയർ? എടാ, ഇവിടെ നമ്മുടെ കോൺകേവ് ദർപ്പണത്തിന് എഴുതണമല്ലോ, എഴുതി വെക്കണമല്ലോ. കോൺകേവ് ദർപ്പണത്തിന് സമാന്തരമായി വന്ന് പതിക്കുന്ന പ്രകാശരശ്മികൾ, ഇങ്ങനെ വന്ന് പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം വന്ന് പതിക്കുന്ന പ്രകാശരശ്മികൾ തട്ടി തിരിച്ചു വരുമ്പോൾ പ്രതിപതനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലെ ഏതോ ഒരു പോയിന്റിൽ കൂടി എന്ത് ചെയ്യുന്നു? കടന്നു പോകുന്നു. ക്ലിയർ? ഈ പോയിന്റിൽ വന്ന് തട്ടി നിൽക്കുമോ എന്നല്ല അർത്ഥം. ഇത് ഈ പോയിന്റിൽ കൂടി ഇതെല്ലാം എന്ത് ചെയ്യും? ഇങ്ങനെ കടന്ന് പോകും. ആ എല്ലാം കൂടെ കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റ്, ആ ഒരു ബിന്ദുവിനെ വിളിക്കുന്ന പേരാണ് മുഖ്യ ഫോക്കസ് അഥവാ എഫ്. ക്ലിയർ ആയോ? ഈ ഒരു ബിന്ദുവാണ് കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ്. ഈ ഫോക്കസ് മുതൽ നമ്മൾ ആസ് യൂഷ്വൽ പഠിക്കാറുള്ളത് പോലെ ഈ ഫോക്കസ് മുതൽ നമ്മുടെ പോള് വരെയുള്ള അകലം, ജസ്റ്റ് ഞാൻ റെട്ടാക്കുകയാണ്. ഈ ഫോക്കസ് മുതൽ പോള് വരെയുള്ള ഈ അകലം ഇതാണ് ഫോക്കൽ ലെങ്ത്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഫോക്കൽ ലെങ്ത്. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഇത്രയും കാര്യം സിമ്പിൾ ഇടാൻ ഞാൻ പറഞ്ഞ കേസുകൾ. സോ എന്താണ് പഠിച്ചത്? കോൺകേവ് ദർപ്പണത്തിന് സമാന്തരമായി വന്ന് പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം മുഖ്യ ഫോക്കസിൽ ഒരു പോയിന്റിൽ എന്ത് ചെയ്യുന്നു? കൂട്ടി മുട്ടുന്നു. ഇതാണ് നമ്മുടെ കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. ആ മുഖ്യ ഫോക്കസ് മുതൽ പോൾ വരെയുള്ള അകലമാണ് ഫോക്കൽ ലെങ്ത്. ലെൻസിൽ പഠിച്ചോളൂ, സെയിം കോൺസെപ്റ്റ്. ഓക്കെ ആയോ നിങ്ങൾക്ക്? അടുത്ത് നോക്കിക്കോ. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായ ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ കൂടി കടന്നു പോകുന്നു. ഈ ബിന്ദുവാണ് കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അടുത്ത് അങ്ങനെയാണെങ്കിൽ നമുക്കടുത്ത് കോൺവെക്സ് നോക്കാം. കോൺവെക്സ്. സോ കോൺവെക്സ് ദർപ്പണത്തിന്റെ കേസ് പറയുമ്പോൾ ഇതിനേക്കാൾ കുറച്ച് ഓപ്പോസിറ്റ് ആണ്. നോക്കിക്കോ, ഇതാണ് എൻ്റെ കോൺവെക്സ് ദർപ്പണം. സോ അപ്പോൾ ഞാൻ ഇങ്ങനെയല്ലേ വരയ്ക്കേണ്ടത്? ക്ലിയർ ആയോ? കോൺവെക്സ് ദർപ്പണത്തിൽ ഇതാണ് പോള്. അങ്ങനെയാണെങ്കിൽ ഇതാണ് മുഖ്യ അക്ഷം. ക്ലിയർ ആയോ? സോ ഈ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വന്നു വീഴുന്ന ലൈറ്റ് റേസ്, പ്രകാശരശ്മികൾ നമ്മുടെ പ്രതിപതനത്തിന് ശേഷം ഇതിൽ നിന്ന് എന്ത് ചെയ്യും? അകന്നു പോകും. ഇതിൽ നിന്ന് എന്ത് ചെയ്യോടാ? അകന്ന് പോകും. ക്ലിയർ? അപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ കണ്ണ് വിചാരിക്കും ഇവന്മാരെല്ലാം വന്നത് ഇപ്പുറത്തെ സൈഡിലുള്ള ഏതോ ഒരു പോയിന്റിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫോക്കസ് ഇപ്പുറത്തെ സൈഡിൽ എന്ത് ചെയ്യും? തരും. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ ആയിരിക്കും സി വരിക. ക്ലിയർ? അതായത് ഏതാണ് ഇത്? ഏത് ലെൻസാണ്ടാ? ഇത് കോൺവെക്സ് ലെൻസ് അല്ലേ? ഇത് ഏത് ലെൻസാണ്? കോൺവെക്സ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പോൾ കോൺവെക്സ് ലെൻസിന്റെ കേസിൽ മുഖ്യ ഫോക്കസ് ഇപ്പുറത്തെ സൈഡിലാണ്. കോൺകേവിൻ്റെ കേസിൽ മുഖ്യ ഫോക്കസ് എവിടെയായിരുന്നു? ഇപ്പുറത്തെ സൈഡിലാണ്. ശരി, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഫോക്കസ് മുതൽ മുഖ്യ ഫോക്കസ് മുതൽ നമ്മുടെ മിറർ വരെയുള്ള ഈ ഒരു അകലം ഇതാണ് എന്തെന്ന് പറയുന്നത്? ഫോക്കൽ ലെങ്ത് എഫ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ നമുക്കിത് വായിച്ചിട്ട് കമ്പയർ ചെയ്യാടാ. നോക്കിക്കോ, കോൺവെക്സ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ്. ഒരു കോൺവെക്സ് ദർപ്പണത്തിന്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിനു ശേഷം ദർപ്പണത്തിന്റെ മറുഭാഗത്ത് മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വരുന്നതായി തോന്നുന്നു. ഈ ബിന്ദുവാണ് കോൺവെക്സ് ദർപ്പണത്തിന്റെ മുഖ്യ അക്ഷം. സോ നമ്മൾ നോർമലി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഇത്രയുള്ളടാ, ഒന്നുമില്ല. ഒരു കോൺകേവ് ദർപ്പണമാണെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചർ, മുഖ്യ ഫോക്കസ് എല്ലാം ഏത് സൈഡിലാണ്? ഇപ്പർ സൈഡിലാണ്. ഫോക്കൽ ലെങ്ത് ഇതെല്ലാം ഇപ്പർ സൈഡിലാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കോൺവെക്സ് ദർപ്പണമാണെങ്കിൽ അതിൻ്റെ മുഖ്യ ഫോക്കസ്, സെന്റർ ഓഫ് കർവേച്ചർ, ഫോക്കൽ ലെങ്ത്, ആറ് ഇതെല്ലാം എന്താണ്? ഈ സൈഡിലാണ്. ക്ലിയർ ആയോ? ഇവിടെ താർ ഇപ്പർ സൈഡിലായിരിക്കും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? പക്കയല്ലേ? സോ ഇത് വെച്ചാണ് നമ്മൾ പ്രതിബിംബം, ഇതിവിടെ നിൽക്കട്ടെ. സോ പ്രതിബിംബ രൂപീകരണത്തിലോട്ട് പോകുന്നത്. നമുക്ക് പ്രതിബിംബ രൂപീകരണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വരാം. പ്രതിബിംബ രൂപീകരണത്തിലോട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വരാം, കണക്കിലോട്ട് വരാം. സോ ഫസ്റ്റ് നോക്കിക്കോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്
കോൺകേവ് ദർപ്പണത്തിന്റെ പ്രതിബിംബ രൂപീകരണമാണ്. ഏതിൻ്റെയാണ്? കോൺകേവ് ദർപ്പണത്തിന്റെ പ്രതിബിംബ രൂപീകരണമാണ്. നമ്മൾ ആൾറെഡി കോൺകേവ് ദർപ്പണം, നമ്മൾ ആൾറെഡി കോൺവെക്സ് ലെൻസിൻ്റെത് പഠിച്ചില്ലേ? കോൺവെക്സ് ലെൻസിന്റെ പ്രതിബിംബ രൂപീകരണം പഠിച്ചു ഓർമ്മയുണ്ടോ? 1 മുതൽ 5 വരെ എഴുതുക, 5 മുതൽ 1 വരെ തലതിരിച്ച് എഴുതണമെന്ന്. ആ സെയിം കേസാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ആ സെയിം കേസാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. പക്ഷേ 2Fന് പകരം എന്തെന്ന് വരും? സി എന്ന് വരും. 2Fന് പകരം സി എന്ന് വരും. ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോ. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട 1-2 ബേസിക് കാര്യങ്ങളുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണേടാ. ഇതിപ്പം മനസ്സിലാക്കിയാലേ ലെൻസ് ഞാൻ തിരിച്ചു പറയുമ്പോഴേ നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, റിയൽ ഇമേജും അതുപോലെ തന്നെ വെർച്വൽ ഇമേജും എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഥ്യാ പ്രതിബിംബവും. റിയൽ ഇമേജും വെർച്വൽ ഇമേജും മിഥ്യാ പ്രതിബിംബവും. ശ്രദ്ധിച്ചിരിക്കുക, ഈ സെക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ റിയൽ ഇമേജും വെർച്വൽ ഇമേജിനെ പറ്റി ഞാൻ സംസാരിക്കുമ്പോൾ നമുക്കറിയാം, സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്ന ഇമേജുകളാണ് റിയൽ ഇമേജ്, സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റാത്ത ഇമേജുകളാണ് വെർച്വൽ ഇമേജുകൾ, അതായത് മിഥ്യാ പ്രതിബിംബങ്ങൾ. അതായത് നമുക്ക് കാണാൻ മാത്രമേ പറ്റുള്ളൂ, സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റൂല. അത്തരം ഇമേജുകളാണ് മിഥ്യാ പ്രതിബിംബം. എന്നാൽ നമുക്ക് കാണാനും പറ്റും, സ്ക്രീനിൽ പതിപ്പിക്കാനും പറ്റും. അതാണ് ഏത് ഇമേജ്? റിയൽ ഇമേജ് അഥവാ യഥാർത്ഥ പ്രതിബിംബം. ക്ലിയർ ആണ്? സോ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ലെൻസ് നിങ്ങൾ എടുത്തു എന്ന് വിചാരിക്കുക. ഏതോ ഒരു ലെൻസ്, കോൺകേവ് ആവട്ടെ കോൺവെക്സ് ആവട്ടെ, അതുകൊണ്ട് ഇങ്ങനെ വരച്ചത് അല്ല. കോൺകേവ് ആണെങ്കിൽ ഞാൻ ഇങ്ങനെ വരയ്ക്കണം, കോൺകേവ് ആണെങ്കിൽ ലെൻസ് ഞാൻ ഇങ്ങനെ വരയ്ക്കണം, കോൺവെക്സ് ആണെങ്കിൽ ഞാൻ ഇങ്ങനെ വരയ്ക്കണം. പകരം ഞാൻ ലെൻസ്, ഇവിടെ ഒരു ലെൻസ് ഉണ്ടെന്നുള്ള രീതിക്ക് വരച്ച്. അങ്ങനെയാണെങ്കിൽ ആ ലെൻസിൽ നടക്കുന്നത് അപവർത്തനമല്ലേ? പ്രകാശം വന്ന് അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്രകാശം ചരിയും. അതായത് അപവർത്തനം, പ്രകാശം അപ്പുറത്തോട്ട് പോകുന്നുണ്ട്, നമ്മൾ പഠിച്ചതാണ് അല്ലേ? സോ പ്രകാശം അപ്പുറത്തോട്ട് പോകുന്നുണ്ടേ. അപ്പോൾ ഇവിടെ നമുക്ക് ലെൻസിൽ റിയൽ ഇമേജ് കിട്ടുന്ന ഇപ്പുറത്തെ സൈഡിലാണ്, മിഥ്യാ പ്രതിബിംബം കിട്ടുന്ന ഇപ്പുറത്തെ സൈഡിലാണ്. ക്ലിയർ ആയോ? ലെൻസിൽ റിയൽ ഇമേജ്, എടാ ഇതൊക്കെ മനസ്സിലാക്കണം, ലെൻസിൽ റിയൽ ഇമേജ് ഇപ്പുറത്തെ സൈഡിലും മിഥ്യാ പ്രതിബിംബം ഇപ്പുറത്തെ സൈഡിലുമാണ് കിട്ടുന്നത്. എന്നാൽ മിറർ വരുമ്പോൾ, മിററും ഞാൻ ഇതേപോലെ ഇങ്ങനെ വരച്ചു വെച്ചേ. കാരണം മിറർ ഞാൻ വരയ്ക്കാൻ കഴിഞ്ഞാൽ കേവ് ഇങ്ങനെ വരയ്ക്കണം, വെക്സ് ഇങ്ങനെ വരയ്ക്കണം, അതുകൊണ്ട് നമുക്ക് സമയമില്ല. സോ എന്താണ് ഇവിടെ നമ്മൾ മിററിൻ്റെ കേസിൽ പ്രകാശം തട്ടി തിരിച്ചു വരെയല്ലേ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെയാണ് റിയൽ ഇമേജ് കിട്ടുന്നത്, ഇപ്പുറ സൈഡിൽ കിട്ടുന്നതാണ് മിഥ്യ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞ കേസ് മനസ്സിലായോ? സോ എടാ നോക്ക്, റിയൽ ഇമേജ് ഫോർമേഷൻ പറയുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ലെൻസിൽ നിങ്ങൾ റിയൽ ഇമേജ് എന്ന് എവിടെയെങ്കിലും കേട്ടാ അതിനർത്ഥം റിയൽ ഇമേജ് കോൺവെക്സ് ലെൻസിൽ മാത്രമേ ഉള്ളൂ. റിയൽ ഇമേജ് ആണെങ്കിൽ ഇമേജ് ഇപ്പുറത്തെ സൈഡിലായിരിക്കും ഫോം ആവുക. ക്ലിയർ? വെർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇമേജ് ഇപ്പുറ സൈഡിലാണ് ഫോം ആവുന്നത്. എന്നാൽ തലതിരിയും നമ്മുടെ മിററിൻ്റെ കേസിൽ വരുമ്പോൾ ഇപ്പുറ സൈഡിൽ വരുന്നത് മിഥ്യയും ഇപ്പുറ സൈഡിൽ വരുന്നത് ഏതുമാണ്? റിയൽ ഇമേജുമാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? മനസ്സിലായോ നിങ്ങൾക്ക്? സോ അവിടെ ആ കേസ് നിങ്ങൾ പക്ക ഓർത്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കി വെക്കുക, ഇവിടെ നമ്മുടെ കോൺവെക്സും ഉണ്ട് കോൺകേവും ഉണ്ട്. നമുക്ക് നോക്കാം. കോൺകേവ്, ഇതല്ലേ കോൺകേവ്? കോൺകേവിൽ മുഖ്യ ഫോക്കസിൻ്റെ കേസാണ് എഴുതാൻ വേണ്ടി പറയുന്നത്. ഇവിടെ മുഖ്യ ഫോക്കസിനെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. സോ മുഖ്യ ഫോക്കസും ഫോക്കൽ ലെങ്തും ഒക്കെ ഇപ്പുറ സൈഡിലല്ലേ, ഇപ്പുറത്തെ സൈഡിൽ ദർപ്പണത്തിൻ്റെ മുന്നിലല്ലേ വരുന്നത്. സോ അതുകൊണ്ട് ഇതെന്താണ്? യഥാർത്ഥമാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു ലെൻസിൻ്റെ കേസിൽ ഇപ്പുറത്തെ സൈഡിൽ റിയലും ലെൻസല്ല മിററിൻ്റെ കേസിൽ ഇപ്പുറത്തെ സൈഡിൽ റിയലും ഇപ്പുറത്തെ സൈഡിൽ വെർച്വലുമാണ്. എന്നാൽ ലെൻസിൻ്റെ കേസാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ റിയലും ഇപ്പുറത്തെ സൈഡിൽ വെർച്വലും. എങ്ങനെ ഓർത്തിരിക്കും? ലെൻസിലെ പ്രകാശം അപ്പുറത്തോട്ടല്ലേ പോകുന്നത്, പ്രകാശം പോകുന്ന വഴിക്ക് കിട്ടണം, അപ്പോൾ ഇങ്ങോട്ട് പോയി റിയൽ. ഇവിടെ പ്രകാശം തട്ടി തിരിച്ചാണ് വന്നത്, അപ്പോൾ ഇപ്പുറ സൈഡിലാണ് കിട്ടുന്നതാണ് എന്ത്? റിയൽ. സോ അങ്ങനെയാണെങ്കിൽ കോൺകേവിൽ ഇപ്പുറത്തും കോൺവെക്സിൽ ഇപ്പുറ സൈഡിലല്ലേ മുഖ്യ ഫോക്കസും ഫോക്കൽ ലെങ്തും ഒക്കെ വരുന്നത്. സോ ശ്രദ്ധിക്കേടാ, കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് അത് എന്താണ്? യഥാർത്ഥമാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതേപോലെ ദർപ്പണത്തിൻ്റെ മുന്നിലാണ് കിട്ടുന്നത്. കോൺവെക്സിൻ്റെ ഫോക്കസ് ആണെങ്കിൽ, മുഖ്യ ഫോക്കസ് ആണെങ്കിൽ മിഥ്യയാണ്, അത് കിട്ടുന്നത് ദർപ്പണത്തിൻ്റെ പിന്നിലാണ്, ദർപ്പണത്തിൻ്റെ പിന്നിൽ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഈ കേസ് നിങ്ങൾക്ക് പക്കാ മനസ്സിലായോ? ഇപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? അതായത് ലെൻസിൽ നമുക്കിത് വി പറയുമ്പോൾ ആവശ്യമുണ്ട്, മറ്റേ നമ്മൾ കുറച്ച് പറഞ്ഞില്ലേ, ഞാൻ എല്ലാം കൂടെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കല്ല. ശ്രദ്ധിച്ചോ, ഒരു ലെൻസ് ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ, ലെൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ലെൻസിൻ്റെ പ്രകാശം ഇവിടെ നിന്നാണ് വരുന്നതെങ്കിൽ ഇപ്പുറ സൈഡിൽ കിട്ടുന്നതെല്ലാം റിയൽ, ഇപ്പുറ സൈഡിൽ കിട്ടിയാൽ അത് വെർച്വൽ, മിഥ്യ. എന്നാൽ മിറർ ആണെന്നുണ്ടെങ്കിൽ തട്ടി തിരിച്ചാണ് പോകുന്നത്, അപ്പോൾ പ്രകാശം തട്ടി തിരിച്ച്, അപ്പോൾ ഇപ്പുറത്തെ സൈഡാണ് കിട്ടുന്നതെങ്കിൽ
കിട്ടുന്നതെങ്കിൽ റിയൽ, അപ്പർ സൈഡാണ് കിട്ടുന്നതെങ്കിൽ വെർച്വൽ അഥവാ മിഥ്യ. അതുകൊണ്ട് കോൺകേവിന്റെ തട്ടി ഇപ്പുറത്തോട്ടൊന്നും ഇവിടെയാണ് കിട്ടിയത്. കോൺകേവിന്റെ ഫോക്കസ് യഥാർത്ഥമാണ്, ദർപ്പണത്തിന്റെ മുന്നിലാണ് കിട്ടിയത്. എന്നാൽ കോൺവെക്സിന്റെ കേസിൽ എന്താണ്, പ്രകാശം വന്ന്, കോൺവെക്സ് തന്നെയാണ് ഇങ്ങനെ കാണിക്കുക, പ്രകാശം വന്ന് തട്ടി തിരിച്ചു പോയി അല്ലേ, പക്ഷേ നമുക്ക് ഫോക്കസ് ഇട്ടത് ഇപ്പുറ സൈഡിലല്ലേ, അപ്പൊ അതുകൊണ്ട് അതെന്താണ്, മിഥ്യയാണ്. ക്ലിയർ ആയോ, നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, ഇതിലോട്ട് വരാമേ. അതിനു മുമ്പ് നമുക്ക് ഈ പ്രതിബിംബത്തിന്റെ രൂപീകരണം നോക്കണം. നമ്മൾ കോൺവെക്സ്, ഞാൻ എപ്പോഴും പറയും കോൺകേവ് ദർപ്പണത്തിൽ പഠിക്കാൻ പോകുന്ന ആൾറെഡി നിങ്ങൾ ഏത് പഠിച്ചാണ്, കോൺവെക്സ് ലെൻസിൽ പഠിച്ചതാണ്. സോ അവിടെ നമ്മൾ എന്താണ് ചെയ്തത്, നിങ്ങൾ ഫസ്റ്റ് ഓർമ്മയുണ്ടോ നോക്കട്ടെ. ഇവിടെ ഞാൻ വരയ്ക്കുന്നത് കോൺകേവ് ആണ് വരയ്ക്കാൻ പോകുന്നത്, കോൺകേവ് ദർപ്പണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തോടാ, ഇവിടെ പോൾ പി ഉണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം ഒരു സ്ട്രേറ്റ് വര വരച്ച് വയ്ക്കും. നമുക്ക് കാര്യങ്ങൾ സിമ്പിളായിട്ട് പറയാൻ വേണ്ടി ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ച് വയ്ക്കും. അതിനുശേഷം ഇവിടെ ദർപ്പണത്തിൽ മുഖ്യ ഫോക്കസ് ഉണ്ട് എഫ്. നമ്മൾ ലെൻസിൽ ഇവിടെ 2F എന്നാണ് എടുത്തത്, ഇവിടെ നമ്മൾ സി എന്നാണ് എടുക്കുന്നത്. ഇവിടെ എന്തെടുക്കും, സി എന്നെടുക്കും. ക്ലിയർ ആയോ? സോ നമുക്ക് മൊത്തം എത്ര കണ്ടീഷൻ ഉണ്ട്, 6 കണ്ടീഷൻ. ഇത് ഏത് മിററാണ് ഗായ്സ്, കോൺകേവ് മിററാണ്, 6 കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, അനന്തത, ദൂരെ അനന്തത. രണ്ടാമത്തെ കണ്ടീഷൻ സിക്ക് അപ്പുറം. മൂന്നാമത്തെ കണ്ടീഷൻ സിയിൽ വയ്ക്കുന്നു. നാലാമത് സിയുടെയും എഫിൻ്റെയും ഇടയിൽ വയ്ക്കുന്നു. അഞ്ചാമത് എഫിൽ വയ്ക്കുന്നു. ആറാമത് എഫിൻ്റെയും പോളിൻ്റെ ഇടയിൽ വയ്ക്കുന്നു. എന്ത് വയ്ക്കുന്നു, വസ്തു. എന്താണ് ഈ പ്രതിബിംബ രൂപീകരണം, ഓർമ്മയില്ലേ നിങ്ങൾക്ക്? നമ്മളൊരു വസ്തു വയ്ക്കും. വസ്തു വയ്ക്കുമ്പോൾ നമുക്ക് എവിടെയായിരിക്കും ഇമേജ് കിട്ടുക, ആ കിട്ടുന്ന ഇമേജുകളുടെ പ്രത്യേകതകൾ എന്താണ് എന്നാണ് എഴുതാൻ വേണ്ടിയുള്ളത് അല്ലേ. എവിടെ കിട്ടും, കിട്ടുന്നതിൻ്റെ പ്രത്യേകത എന്താണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, എടാ റിയൽ ഇമേജ് ആണെങ്കിൽ അവൻ തലകീഴായിരിക്കും അല്ലേ, റിയൽ ഇമേജ് ആണെങ്കിൽ തലകീഴായിരിക്കും. എന്നാൽ മിഥ്യാ പ്രതിബിംബമാണെങ്കിൽ, വെർച്വൽ ആണെങ്കിൽ അവൻ എന്തായിരിക്കും, നിവർന്നതായിരിക്കും. നമ്മൾ പറഞ്ഞ കേസല്ലേ. സോ അത് വെച്ച് നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിക്കുക. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദൂരത അല്ലേ, അനന്തത, വിദൂരത എന്ന് നമ്മൾ പറയും, വിദൂരത. അടുത്ത രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്ക് അപ്പുറം, സിയുടെ അപ്പുറത്ത് വസ്തു വെച്ചാൽ പ്രതിബിംബം എവിടെ കിട്ടും. മൂന്നാമെന്ന് പറഞ്ഞാൽ സിയിൽ. നാലാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്കും ഏതിൻ്റെ ഇടയിൽ, എഫിനും ഇടയിൽ. അഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിൽ. ആറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിനും പിക്കും ഇടയിൽ. നമ്മൾ എന്നിട്ട് ഞാൻ എന്ത് പറഞ്ഞു, 1 2 3 4 5 എന്ന് എഴുതുക അല്ലേ. അതിനുശേഷം ഒന്നിൻ്റെ അർത്ഥം എന്താണ്, വിദൂരത. അതിനുശേഷം ഇതിവിടെയാണ് വസ്തു വെച്ചത് അല്ലേ, വസ്തു വച്ച സ്ഥലം. ഇനി എവിടെയാണ് പ്രതിബിംബം കിട്ടിയത്, പ്രതിബിംബം എവിടെ കിട്ടിയെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി, 5 4 3 2 1 തലകുത്തന്നെ എഴുതിയാൽ പോരെ. ഈ കിട്ടിയതെല്ലാം എന്താണ്, റിയലാണ്. ഇതെല്ലാം തലകീഴിനെയാണ്. റിയൽ ആണെങ്കിൽ തലകീഴായിരിക്കും. ഇനി വലുതാണോ ചെറുതാണെന്ന് വെച്ചാൽ എന്താണ്ടാ, ആദ്യത്തത് വളരെ ചെറുത്, അടുത്തത് ചെറുത്, അടുത്തത് തുല്യം, അടുത്തത് വലുത്, അടുത്തത് വളരെ വലുത്. കണക്ഷൻ ഉണ്ട് അല്ലേ, വളരെ ചെറുത്, ചെറുത്, തുല്യം, വലുത്, വളരെ വലുത്. ഇത് നമ്മൾ പഠിച്ചതല്ലേ, പ്രതിബിംബ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നമ്മളിത് പഠിച്ചതല്ലേ. ഇനി ആറാമത്തെ കണ്ടീഷൻ നമ്മളിവിടെ പറയൂ, ഇല്ല. ആറാമത്തെ കണ്ടീഷൻ സെപ്പറേറ്റ് ആയിട്ടാണ് പറയേണ്ടത്. ആറാമത്തെ കണ്ടീഷൻ അതായത് എഫിനും പോളിനുമിടയിൽ. ഈ പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ദർപ്പണം തന്നെയാണ് അല്ലേ. ദർപ്പണത്തിൽ നിന്നുള്ള അകലം എന്ന് പറഞ്ഞാൽ എവിടെ നിന്നുള്ള അകലമാണ്, പോളിൽ, സെൻട്രിൽ നിന്നുള്ള അകലമാണ്. ക്ലിയർ ആയോ? ഇപ്പം ലെൻസ് ആണെങ്കിലും മിറർ ആണെങ്കിലും ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അപ്പം ഈ അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല. സെൻട്രിൽ നിന്നുള്ള അകലമാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ മിററിൽ നിന്നുള്ള അകലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പോളിൽ നിന്നുള്ള അകലം. സോ എനിവേ എഫിനും പോളിനും ഇടയിൽ അഥവാ എഫിനും ദർപ്പണത്തിനും ഇടയിൽ, ദർപ്പണത്തിനിടയിൽ എന്ന് വെച്ചാൽ പോളെന്ന് വെച്ചാൽ സിമ്പിളി ദർപ്പണത്തിന്റെ സെന്റർ ആണ് എന്തെന്ന് പറയുന്നത്, പോൾ. ദർപ്പണത്തിന്റെ സെന്റർ ആണ് പോൾ. ദർപ്പണത്തിൽ നിന്നൊരു അകലം എടുക്കാൻ നമ്മൾ എടുക്കുമ്പോൾ പോളിൽ നിന്നുള്ള അകലമാണ് എടുക്കുന്നത്. ക്ലിയർ? അതുകൊണ്ട് ദർപ്പണത്തിൽ നിന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മെഷർമെന്റ് എടുത്തത് എവിടെ നിന്നാണ്, പോളിൽ നിന്നായിരിക്കും. ക്ലിയർ? സോ എഫിനും പോളിനും ഇടയിലെന്നോ എഫിനും ദർപ്പണത്തിനും ഇടയിലെന്നോ പറഞ്ഞാലോ സെയിം ആണ്. ഇടയിൽ വെച്ചാൽ നമുക്ക് കിട്ടുന്നത് എവിടെയായിരിക്കും, സിക്കും എഫിനും ഇടയിലായിരിക്കും. അവിടെ നമ്മൾ പഠിച്ചത് എന്താണ്, അവിടെ പഠിച്ചത് എഫിനും 2Fനും ഇടയിലായിരിക്കും. ഇവിടെ 2F എന്നൊരു സാധനമില്ല, പകരം ഉള്ളത് ഏതാണ്, സി, സെന്റർ ഓഫ് കർവേച്ചർ. സിക്കും എഫിനും ഇടയിലായിരിക്കും. അതുപോലെ കിട്ടുന്ന പ്രതിബിംബം മിഥ്യയായിരിക്കും.
നിവർന്നതായിരിക്കും വലുതായിരിക്കും. മിഥ്യയായിരിക്കും നിവർന്നതായിരിക്കും വലുതായിരിക്കും. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇതൊരു സെപ്പറേറ്റ് കണ്ടീഷൻ ആയിട്ടാണ് പഠിച്ചത്. സോ അപ്പോൾ കോൺകേവ് ദർപ്പണത്തിലും അത് തന്നെയാണ്, ഇത് തന്നെയാണ് നമ്മൾ ഏതിൽ പഠിച്ചത്? കോൺവെക്സ് ലെൻസിലും സെയിം കേസാണ് പഠിക്കുന്നത്. സോ കോൺകേവ് ദർപ്പണത്തിലും കോൺവെക്സ് ലെൻസിലും യഥാർത്ഥ പ്രതിബിംബങ്ങൾ മാത്രമല്ല ഉണ്ടാകുന്നത്, ഒരു മിഥ്യാ പ്രതിബിംബവും ഉണ്ടാകുന്നുണ്ട്. അത് എവിടെ വയ്ക്കുമ്പോഴാണ്? എഫിൻ്റെയും പിൻ്റെയും ഇടയിൽ വയ്ക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നുണ്ട്? മിഥ്യാ പ്രതിബിംബം കിട്ടുന്നുണ്ട്. ക്ലിയർ ആയോ? അങ്ങനെയാണ് നമുക്ക് കോൺകേവിൻ്റെ ഇതൊന്ന് പൂരിപ്പിക്കാം. സോ നോക്ക്, 1 മുതൽ 5 വരെ 6 വരെ ഉണ്ട്. ഇതിന് നമ്മൾ തിരിച്ചെഴുതും അല്ലേ? സോ നമ്മൾ എന്താണ്? 5 4 3 2 1 മതി, പിന്നെ പോവല്ലേ, തീർന്ന്. സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇവിടെ എന്താണ്? 5 എന്ന് പറഞ്ഞാൽ എഫിൽ, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്കും എഫിനും ഇടയിൽ. അടുത്തത് 3 എന്ന് പറഞ്ഞാൽ സി വെച്ച് എവിടെ തന്നെ കിട്ടും? സി തന്നെ കിട്ടും. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 എന്താണ്? 4 സിക്കും 4 വെച്ചാൽ നമുക്ക് 2 കിട്ടും. 2 എന്താണ്? സിക്ക് അപ്പുറം. 1 എന്താണ്? അനന്തത അഥവാ വിദൂരത. വളരെ അകലെ, അതാണ് അർത്ഥം. ഏടാ ഈ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എല്ലാം റിയലാണ്. തലകീഴനെയാണ്. വളരെ ചെറുത്, തുല്യം, വലുത്, വളരെ വലുത്. ക്ലിയർ? നമ്മൾ പൂരിപ്പിച്ച് ലാസ്റ്റത്ത് ഇതിനെല്ലാം ഓപ്പോസിറ്റാണ്. എവിടെ കിട്ടും? സിക്കും എഫിനും ഇടയിൽ കിട്ടും. എന്താണ്? വെർച്വലാണ്, നിവർന്നതാണ്, വലുതാണ്. ഇത് തന്നെയാണ് നമ്മൾ ഏതിലും പഠിക്കുന്നത്? കോൺവെക്സ് ലെൻസിലും ഇത് തന്നെയാണ് പഠിക്കുന്നത്. കോൺകേവ് മിററിൽ പഠിച്ചത് തന്നെയാണ് നമ്മൾ ഏതിൽ പഠിച്ചത്? കോൺവെക്സ് ലെൻസിൽ. അപ്പം നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, ഒരു പ്രതിബിംബത്തെ സിയിൽ വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കോൺകേവ് ദർപ്പണത്തിന്റെ മുന്നിലായി സിയിൽ വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എവിടെയാണ് പ്രതിബിംബം കിട്ടുന്നത്? സിമ്പിൾ അല്ലേടാ, വരയ്ക്കുക. 1 മുതൽ 6 വരെ എഴുതി നോക്കുക. നോക്കുമ്പോൾ സി 3 അല്ലേ വരുന്നത്? സി വെച്ച് എവിടെ തന്നെ കിട്ടും? സി തന്നെ കിട്ടും. റിയൽ ആയിരിക്കും, തലകീഴനെ ആയിരിക്കും, തുല്യമായിരിക്കും. ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? കോൺവെക്സ് ലെൻസ് ചോദിച്ചാലും ഇത് തന്നെയാണ് കേസ്. അപ്പോൾ ഇവിടുത്തെ പ്രതിബിംബ രൂപീകരണം ഒക്കെ ആയി. ഇനി നമുക്ക് ആലോചിക്കേണ്ടത്, നമുക്കടുത്ത കോൺവെക്സ് ദർപ്പണത്തിൽ നോക്കണം അല്ലേ? കോൺവെക്സ് ദർപ്പണത്തിന്റെ പ്രതിബിംബ രൂപീകരണത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും? കോൺവെക്സ് ദർപ്പണത്തിന്റെ അത് തന്നെയാണ് നമ്മൾ ഏതിൽ പഠിച്ചത്? കോൺകേവ് ലെൻസിലും പഠിച്ചത് അല്ലേ? കോൺകേവ് ലെൻസിലും പഠിക്കുന്ന അതാണ്. കോൺവെക്സ് ദർപ്പണത്തിന്റെ പ്രത്യേകത എന്താ? എവിടെ വെച്ചാലും നമുക്ക് കിട്ടുന്നത് എഫിനും പോളിനും ഇടയിലായിരിക്കും കിട്ടുന്നത് മിഥ്യയായിരിക്കും, അതുപോലെ തന്നെ നിവർന്നതായിരിക്കും, അതുപോലെ തന്നെ ചെറുതായിരിക്കും. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? സോ ഇത് വെച്ച് നിങ്ങൾ പറ, ഇവിടെ ദർപ്പണത്തിന്റെ കേസിൽ നിങ്ങൾ പറ, കോൺവെക്സ് ദർപ്പണത്തിൽ എപ്പോഴും ഉണ്ടാകുന്നത് മിഥ്യാ പ്രതിബിംബം അല്ലേ? ക്ലിയർ? അപ്പൊ റിയൽ ഇമേജ് ഉണ്ടാക്കാനുള്ള കഴിവ് ആർക്ക് മാത്രമേ ഉള്ളൂ? കോൺകേവിന് മാത്രമേ ഉള്ളൂ. റിയൽ ഇമേജ് ഉണ്ടാക്കാനുള്ള കഴിവ് കോൺകേവിന്. ഞാൻ പറയുന്ന ഓരോ വാക്കും നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. കോൺകേവ് ദർപ്പണത്തിന് മാത്രമേ റിയൽ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂ. കോൺവെക്സ് ദർപ്പണത്തിൽ എപ്പോഴും ഉണ്ടാകുന്നത് മിഥ്യയാണ്. ക്ലിയർ? കോൺവെക്സ് ദർപ്പണത്തിൽ എപ്പോഴും ഉണ്ടാകുന്നത് മിഥ്യയാണ്. ഇനി കോൺകേവ് ദർപ്പണത്തിൽ റിയൽ ഇമേജുകൾ ഉണ്ടാകുന്നു. പക്ഷേ കോൺകേവ് ദർപ്പണം എപ്പോഴും റിയൽ ഇമേജ് ആണോ ഉണ്ടാക്കുന്നത്? അല്ല. അത് ഒരു കണ്ടീഷനിൽ എന്തുണ്ടാക്കുന്നു? മിഥ്യാപ്രതിബിംബം ഉണ്ടാക്കുന്നു. ഒരു കണ്ടീഷനിൽ അത് എന്തുണ്ടാക്കുന്നു? മിഥ്യാപ്രതിബിംബം ഉണ്ടാക്കുന്നു. സോ ഗൈസ്, ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ. സോ ഞാൻ എഴുതുന്ന നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. കോൺവെക്സ് ദർപ്പണമാണെങ്കിൽ, കോൺവെക്സ് മിറർ ആണെന്നുണ്ടെങ്കിൽ അതിലെപ്പോഴും മിഥ്യയാണ്. ക്ലിയർ? അടുത്തത് കോൺകേവ് മിറർ ആണെങ്കിൽ അതിൽ 5 കണ്ടീഷനിലും റിയലാണ്. ഒരു കണ്ടീഷനിൽ മാത്രം എന്താണ്? മിഥ്യയാണ്. മിഥ്യയാകുന്നത് ഒരു കണ്ടീഷനിൽ മാത്രം. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞോടാ? ഒരു മിറർ ആണ് എന്നുണ്ടെങ്കിൽ, ഒരു സാധനം മിറർ ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡിലാണ് വെർച്വൽ അല്ലേ? ഇത് വെർച്വൽ, ഇപ്പുറത്തെ സൈഡിലാണ് എന്ത്? റിയൽ. ഒരു സാധനം മിറർ ആണ് എന്നുണ്ടെങ്കിൽ മിററിൽ തട്ടി തിരിച്ചാണ് വരുന്നത്. ഈ വന്ന പ്രകാശം ഏത് വാക്കാണ് പോകുന്നതെന്ന് നോക്കുക. ആ പോകുന്ന വാക്കിലായിരിക്കും റിയൽ ഇമേജ് ഉണ്ടാവുക. തട്ടി തിരിച്ചു പോകുന്നു. ഇതാണ് മിററിന്റെ കേസ്. അപ്പോൾ റിയൽ ഇമേജ് ഉണ്ടാകുന്നത് ഇവിടെയാണ്.
ക്ലിയർ. ഈ സൈഡിൽ ലെൻസിന്റെ അല്ലെങ്കിൽ മിററിന്റെ ഇപ്പുറ സൈഡിലാണ് എന്തുണ്ടാകുന്നത്? റിയൽ ഇമേജ്. ഇപ്പുറ സൈഡിൽ ഉണ്ടാകുന്നത് വെർച്വൽ ഇമേജ് ആണ്. ക്ലിയർ അല്ലേ? ലെൻസ് ആണെങ്കിൽ തിരിച്ചല്ലേ? ലെൻസ് 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 ആണ്. ഇതൊരു ലെൻസ് ആണ് എന്നുണ്ടെങ്കിൽ പ്രകാശം ഇപ്പുറത്തോട്ടാണ് വരുന്നത്. സോ ഇവിടെ റിയൽ ഇമേജ്, ഇവിടെ ഉണ്ടാകുന്നതായിരിക്കും ഏത്? വെർച്വൽ ഇമേജ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കണേ, ഇല്ലെങ്കിൽ പോകും, കയ്യിൽ നിന്ന് പോകും. കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ലെൻസിന് ഈക്വൽ ആണ്? കോൺകേവ് ലെൻസിന് ഈക്വൽ ആണ്. കോൺകേവ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺവെക്സ് ലെൻസിന് ഈക്വൽ ആണ്. ഇതാണ് കുറേ നേരം കൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺവെക്സ് മിററിലോ അല്ലെങ്കിൽ കോൺകേവ് ലെൻസിലോ നമുക്ക് ആദ്യം കോൺവെക്സ് മിറർ വരയ്ക്കാം. കോൺവെക്സ് മിറർ ഇതല്ലേ കോൺവെക്സ് മിറർ. സോ കോൺവെക്സ് മിററിൽ എപ്പോഴും ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചു എന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചു. എപ്പോഴും ഇമേജ് കിട്ടുന്നത് ഇപ്പുറ സൈഡിലായിരിക്കും. ക്ലിയർ ആയോ? എപ്പോഴും ഇമേജ് കിട്ടുന്നത് ഇപ്പുറ സൈഡിലായിരിക്കും. ക്ലിയർ ആണ് നിങ്ങൾക്ക്? കോൺവെക്സിൽ നമുക്ക് കോൺകേവ് മിററിൽ നമുക്ക് എപ്പോഴും മിഥ്യയാണ് കിട്ടുന്നത്. കോൺകേവിൽ ശ്രദ്ധിച്ചേക്കുക, കോൺകേവ് മിററിൽ നമുക്ക് എപ്പോഴും കിട്ടുന്നത് മിഥ്യയാണ്. അപ്പോൾ ഇമേജ് എപ്പോഴും കിട്ടുന്നത് ഇപ്പുറത്തെ സൈഡിലായിരിക്കും. ക്ലിയർ ആയോ? ഇതേപോലെ നമ്മൾ കോൺവെക്സ് ലെൻസ് വരച്ചെന്ന് വിചാരിക്കുക. കോൺവെക്സ് ലെൻസ് ഇങ്ങനെയല്ലേ കോൺവെക്സ് മിറർ അല്ലേ വരച്ചത്. അപ്പോൾ കോൺകേവ് ലെൻസ് ആണ് വരയ്ക്കേണ്ടത്. നമ്മളിവിടെ കോൺകേവ് ലെൻസ് വരച്ചു എന്ന് വിചാരിക്കുക. കോൺകേവ് ലെൻസ് ഞാൻ വരച്ചു കഴിഞ്ഞാൽ കോൺകേവ് ലെൻസിലും എപ്പോഴും കിട്ടുന്നത് മിഥ്യയാണ്. പക്ഷെ കോൺകേവ് ലെൻസിൽ നമുക്ക് ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് വയ്ക്കുന്ന സമയത്ത് ഇവിടെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പ്രതിബിംബം കിട്ടുന്നത്. കാരണം നമ്മുടെ മിറേഴ്സിൽ ഈ സൈഡ് വരുമ്പോഴാണ് റിയൽ, ഈ സൈഡിൽ വരുമ്പോഴാണ് വെർച്വൽ എങ്കിൽ ലെൻസിൽ ഇപ്പുറ സൈഡിൽ വരുമ്പോഴാണ് വെർച്വൽ, മിഥ്യ. സോ കോൺകേവിൽ എപ്പോഴും കിട്ടുന്നത് മിഥ്യയാണ് എന്ന് പറയുമ്പോൾ, കോൺകേവ് ലെൻസിൽ എപ്പോഴും കിട്ടുന്ന മിഥ്യയാണെന്ന് പറയുമ്പോൾ ഇമേജ് എപ്പോഴും ഫോം ആകുന്നത് ഇപ്പുറ സൈഡിലായിരിക്കും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇമേജ് ഇവിടെ എപ്പോഴും ഫോം ആകുന്നത് ഇപ്പുറ സൈഡിലായിരിക്കും. ക്ലിയർ? ഇത്രയും കാര്യം നിങ്ങൾക്ക് പക്കാ മനസ്സിലായോ? ഞാൻ ഒന്നും കൂടി പറയുന്നു. ഇവിടെ ക്ലാരിറ്റി വരുത്തുക, ക്ലിയർ ആക്കുക, പക്കയാക്കുക, എന്നിട്ട് പോയാൽ മതി. സമയമൊന്നും ഒരു പ്രശ്നമുള്ള കേസിൽ എത്ര സമയം വേണോ ഞാൻ എടുത്തുതരാം. നിങ്ങൾ മനസ്സിലാകും വരെ എൻ്റെ അടുത്ത് ചോദിച്ചു പഠിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. സോ നോക്കിക്കോ, ഇവിടെ നമ്മൾ എന്താണ്? ഒരു മിററാണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ റിയലും ഇപ്പുറത്തെ സൈഡിൽ മിഥ്യയും. ക്ലിയർ? ഇവിടെ ലെൻസ് ആണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ മിഥ്യയും ഇപ്പുറത്തെ സൈഡിൽ റിയലും. ഇവിടെ കോൺവെക്സ് മിററിൽ എപ്പോഴും മിഥ്യയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ മിറർ ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ കിട്ടിയാലേ മിഥ്യയാവുള്ളൂ. സോ ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുക? ഇമേജ് കോൺവെക്സിൽ ഉണ്ടാവുക. കോൺകേവ് ലെൻസിലും ഇതേ കണ്ടീഷനാണ്. കോൺകേവ് ലെൻസിലും എപ്പോഴും ഉണ്ടാകുന്ന ഇമേജ് മിഥ്യയാണ്. പക്ഷേ ലെൻസിൽ ഇപ്പുറ സൈഡ് വരുമ്പോഴാണ് മിഥ്യ. കാരണം പ്രകാശം ഇങ്ങനെയാണ് പോകാൻ പോണത്, ഇവിടെ പ്രകാശം ഇങ്ങോട്ടാണ് വരാൻ പോണത്. സോ ഇവിടെ ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് ഇപ്പുറ സൈഡിലാണ് മിഥ്യ, എനിക്ക് ഇമേജ് കിട്ടുന്നത് എപ്പോഴും ഇപ്പുറ സൈഡിലായിരിക്കും. ക്ലിയർ ആയോ? ഇനി അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ അടുത്തത് വരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ള ഏറ്റവും കില്ലൻ കേസ്. ഞാൻ ഇതൊക്കെ പറയാനുള്ള കേസ് അവരെ പറയാൻ വേണ്ടിയാണ്. ശ്രദ്ധിച്ച് കേട്ടോ. കോൺകേവ് മിറർ, അതേപോലെ തന്നെ കോൺവെക്സ് ലെൻസ്. ക്ലിയർ? ഞാനിവിടെ എഴുതാൻ വേണ്ട. ഇത് കോൺവെക്സ് മിറർ, ഇത് കോൺകേവ് ലെൻസ്. ഈ വരച്ചു വെച്ചിരിക്കുക ഏതാണ്? കോൺകേവ് മിറർ, കോൺവെക്സ് ലെൻസ്. ക്ലിയർ? അപ്പോൾ കോൺവെക്സ് ലെൻസും കോൺകേവ് മിററും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ്, ഇവിടെ ഞാനൊരു ഒബ്ജക്റ്റ് വയ്ക്കുന്ന സമയത്ത് കോൺകേവിൽ എനിക്ക് റിയൽ അല്ലേ കിട്ടുന്നത്. 5 കണ്ടീഷൻ റിയൽ അല്ലേ കിട്ടുന്നത്. അപ്പം എനിക്ക് പ്രതിബിംബം കിട്ടുന്നത് ഇവിടെയായിരിക്കും. ക്ലിയർ ആയോ? പ്രതിബിംബം കിട്ടുന്നത് ഇവിടെ. കാരണം മിററിൽ റിയൽ കിട്ടണമെങ്കിൽ ഇപ്പർ സൈഡിൽ, കാരണം പ്രകാശം തട്ടി ഇങ്ങോട്ടാണ് പോകുന്നത്. റിയൽ കിട്ടുന്നത് ഈ സൈഡിലായിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ വരുമ്പോഴത്തേക്കും ലെൻസിൽ എനിക്ക് റിയൽ കിട്ടുന്നത് ഇപ്പർ സൈഡിൽ, കാരണം പ്രകാശം വന്ന് ഇങ്ങനെയാണ് പോകുന്നത്. സോ അവിടെ എനിക്ക് വസ്തുവിനെ കിട്ടിയത് ഇവിടെ. എന്താണ്? ഇവിടെ വസ്തു വെച്ചപ്പോൾ ഇമേജ് കിട്ടിയത് ഈ സൈഡിലാണ്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ ഇമേജ് കിട്ടിയത് ഈ സൈഡിൽ. ഇത് വസ്തു. ഇവിടെ തന്നെയാണ് വസ്തു വെച്ചത്, ഇവിടെ തന്നെയാണ് എനിക്ക് എന്ത് കിട്ടിയത്? ഇമേജ് കിട്ടിയത്. ക്ലിയർ ആയ നിങ്ങൾക്ക് ഈ കണ്ടീഷൻ? അപ്പോൾ കോൺവെക്സിലും കോൺകേവിലും ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്.
പക്ഷേ തിരിച്ചുണ്ടാകുന്ന ഒരു സാഹചര്യവും കോൺകേവിനും കോൺവെക്സിനും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 5 കണ്ടീഷനും ഇതേപോലെ ആയിരിക്കും ഇമേജ് ഉണ്ടാവുന്നത്. 5 കണ്ടീഷനിലും ഇതേപോലെയാണ് എന്തുണ്ടാവുന്നത്, ഇമേജ് ഉണ്ടാവുന്നത്. എന്നാൽ ഒരു കണ്ടീഷൻ ഞാനിങ്ങ് തൂക്കി. ഗായ്സ് നോക്കിക്കോടാ, ഇമ്പോർട്ടൻ്റ് ആണ്. കോൺകേവിൽ അതേപോലെ തന്നെ കോൺകേവ് മിററിലും കോൺവെക്സ് ലെൻസിലും ഒരു സാഹചര്യത്തിൽ എഫിൻ്റെയും പിൻ്റെയും ഇടയിൽ വസ്തു വയ്ക്കുമ്പോൾ ഉണ്ടാകുന്നത് മിഥ്യയല്ലേ? എഫിൻ്റെയും പിൻ്റെയും ഇടയിൽ വസ്തു വയ്ക്കുമ്പോൾ ഒബ്ജക്റ്റ് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന മിഥ്യയല്ലേ? അപ്പം നമുക്ക് പ്രതിബിംബം കിട്ടുന്ന ഇപ്പുറ സൈഡിലായിരിക്കും. ക്ലിയർ? അതുപോലെ ഇവിടെ ഏതാണ് നമ്മുടെ കോൺവെക്സ് ലെൻസിലും എഫിൻ്റെയും പിൻ്റെ ഇടയിൽ, എഫിൻ്റെയും പോളിൻ്റെ ഇടയിൽ വയ്ക്കുമ്പോൾ നമുക്ക് പ്രതിബിംബം കിട്ടാൻ വേണ്ടി പോകുന്നത് മിഥ്യയല്ലേ? അപ്പം ഇപ്പുറ സൈഡിലായിരിക്കും എന്ത് കിട്ടുക, പ്രതിബിംബം കിട്ടുക. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ ഓർത്തു വയ്ക്കണം. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് വേണോ ഇതൊന്നും പറയാതെ സ്കിപ്പ് അടിക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇത് സ്കിപ്പ് അടിക്കാൻ പാടില്ല. ഇത് സാധനമാണ് ഗൈസ്. ഇത് നിങ്ങൾക്ക് കണക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു പടാന്ന് ഡൗട്ട് വരും. അതെല്ലാം ഇതുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. സോ ഞാൻ ഇവിടെ എന്താണടാ പറഞ്ഞത്? ഒന്നുമില്ല. കോൺവെക്സ് മിററും കോൺകേവ് ലെൻസും, അതേപോലെ കോൺകേവ് മിററും കോൺവെക്സ് ലെൻസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. കോൺകേവ് ശ്രദ്ധിച്ചേക്കുക, കോൺകേവ് മിററിലും കോൺവെക്സ് മിററിലും കോൺകേവ് ലെൻസിലും എപ്പോഴും ഉണ്ടാകുന്നത് മിഥ്യാപ്രതിബിംബമാണ്. മിററിൽ മിഥ്യയാണെങ്കിൽ ശ്രദ്ധിച്ചേക്കുക, മിററിൽ മിഥ്യ, പ്രകാശം വരുമ്പോൾ മിററിൽ മിഥ്യയാണെങ്കിൽ ഇപ്പുറ സൈഡിൽ കിട്ടും. കാരണം മിററിൽ തട്ടി ഇങ്ങോട്ടാണ് പ്രകാശം പോകുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന യഥാർത്ഥവും ഇവിടെ കിട്ടുന്നത് മിഥ്യയുമായിരിക്കും. സോ നമ്മുടെ കോൺവെക്സ് മിററിലെ ഇമേജ് എല്ലാം ഈ സൈഡിലാണ്. ക്ലിയർ? എന്നാൽ കോൺകേവ് ലെൻസിന്റെ കേസ് പറയുമ്പോൾ, ലെൻസിന്റെ കേസിൽ ഇതാണ് ലെൻസ് എങ്കിൽ പ്രകാശം തുളച്ചപ്പുറത്തോട്ടാണ് പോകാൻ പോണത്. അപ്പൊ ഇപ്പുറ സൈഡിൽ കിട്ടുന്നതെല്ലാം റിയലും ഇപ്പുറ സൈഡിൽ കിട്ടുന്നതാണ് വെർച്വല്. അപ്പൊ കോൺകേവ് ലെൻസിൽ നമുക്ക് കിട്ടുന്നത് എവിടെയായിരിക്കും? ഇപ്പുറ സൈഡിലായിരിക്കും ഇമേജ് കിട്ടുക. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഈ ഒരു പോയിന്റ് ഓക്കെ അല്ലേടാ? ഈ ഒരു പോയിന്റ് ഓക്കെ അല്ലേ? അടുത്ത് കോൺകേവ് മിററിലും കോൺവെക്സ് ലെൻസിലും നോക്ക്, നമുക്ക് എപ്പോഴും കിട്ടുന്നത് റിയൽ ഇമേജ് ആണ്. ഒരു കണ്ടീഷനിൽ മാത്രം വെർച്വൽ കിട്ടും. ആ വെർച്വലിനെ മാറ്റി നിർത്തിയാൽ നമുക്ക് എപ്പോഴും ഇമേജ് കിട്ടുന്നത് ഇവിടെയാണ്. ഇവിടെ എപ്പോഴും ഇമേജ് കിട്ടുന്നത് ഇവിടെയാണ്, ലെൻസിൽ ഇപ്പുറ സൈഡിലായിരിക്കും. എന്നാൽ ഒരു കണ്ടീഷനിൽ മാത്രം മിഥ്യ ഫോം ആകുമ്പോൾ ഇവരുടെ അതേ കണ്ടീഷൻ ഇവന്മാരിലും എന്ത് ചെയ്യും? വരും. ഇപ്പുറ സൈഡിലും അപ്പുറ സൈഡിലും എന്ത് ചെയ്യും? കിട്ടും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇത് നിങ്ങൾ എന്തിന് സാറേ ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് സാർ ഇത്ര സമയം എടുത്ത് ഞങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കുന്ന സാധനം ഇത്ര സമയം എടുത്ത് പറഞ്ഞു എന്ന് വെച്ചാൽ കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണക്ക് ചെയ്യുമ്പോഴേ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ? മനസ്സിലാവത്തുള്ളൂ. ശരി, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ധൈര്യമായിട്ട് കണക്കിലോട്ട് പോകാം. എന്തിലോട്ട് പോകാം? കണക്കിലോട്ട് പോകാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഏറ്റവും പാടായിട്ടുള്ള നമ്മുടെ ഇതിലോട്ട് തന്നെ എന്ത് ചെയ്യാൻ പോകാം. ഫസ്റ്റ് കണക്ക് ദാ കിടക്കുന്നു. സോ ഇവിടെ ഈ കണക്ക് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാഗ്നിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കൂടി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അറിയുക. സോ അവിടെ നോക്കണം. അതിനു മുമ്പ് ഇവിടെ കോൺകേവ് ദർപ്പണത്തിൻ്റെ ഉപയോഗവും കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഉപയോഗവും തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. കോൺകേവ് ദർപ്പണം. നിങ്ങൾ ഈ കോൺകേവ് ദർപ്പണം എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് വലുത് ക്രിയേറ്റ് ചെയ്യുന്ന എപ്പോഴും കോൺകേവ് ദർപ്പണമാണ്. കോൺവെക്സിൽ എപ്പോഴും എന്താണ്? ചെറുതാണ് അല്ലേ? നോക്ക്, കോൺകേവ് ദർപ്പണത്തിലാണ് വലിയ ഇമേജുകൾ. കോൺവെക്സ് ദർപ്പണത്തിൽ ഉണ്ടാകുന്നത് ചെറുതാണ് അല്ലേ? സോ ചെറുതാണ്, അതുപോലെ തന്നെ മിഥ്യയാണ്. ചെറുതാണ്, അതേപോലെ മിഥ്യയാണ്, അതേപോലെ എന്താണ്? നിവർന്നതാണ്. ഇവിടെയാണെങ്കിൽ വലുതുണ്ടാക്കിയെടുക്കാം. അതേപോലെ തന്നെ എന്തായിരിക്കും? റിയൽ ആയിരിക്കും. സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റും, തലകീഴനെ ആയിരിക്കും. ഓക്കെ. ഷേവിംഗ് മിറർ, മേക്കപ്പ് മിറർ എന്തുകൊണ്ടായിരിക്കും? അതേപോലെ ഡോക്ടേഴ്സിൻ്റെ ഹെഡ് മിറർ, ഇതിലൊക്കെ എന്തുകൊണ്ടായിരിക്കും നമ്മൾ കോൺകേവ് ഉപയോഗിക്കുക? ബിക്കോസ് വലുതാക്കി കാണിക്കുന്നു. വസ്തുക്കളെ എന്താക്കി കാണിക്കുന്നു? വലുതാക്കി കാണിക്കുന്നു. വലുതായിട്ട് കാണണ്ടേ? ഈ പറയുന്ന എല്ലാ സാഹചര്യത്തിലും വലുതായിട്ട് കാണണ്ടേ? അടുത്ത് നോക്കിക്കോ, സിനിമാ പ്രൊജക്ടറുകളിലും കോൺകേവ് ആണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് സിനിമാ പ്രൊജക്ടറുകളിൽ ഉപയോഗിക്കുന്നു? ബിക്കോസ് റിയൽ ഇമേജ് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്ന അല്ലേടാ പ്രൊജക്ടർ. സാറേ പ്രൊജക്ടറിന്റെ ഫ്രണ്ടിൽ ഇരുന്ന ലെൻസ് അല്ലേ? ഫ്രണ്ടിലെ ലെൻസ് ആണ്, അതിന്റെ പുറകിൽ എന്തുണ്ട്? ഒരു മിററുണ്ട്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ശരി, അങ്ങനെയാണെങ്കിൽ
അത്രയും കാര്യം ഓക്കെ. ഇനി നിങ്ങൾ അതേപോലെ മനസ്സിലാക്കുക, സെർച്ച് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്നതും നമ്മുടെ ഏതാണ്? കോൺകേവ് ആണ്. എന്തുകൊണ്ടാണ് സെർച്ച് ലൈറ്റ്? എന്താണ് ഈ സെർച്ച് ലൈറ്റ്? നമ്മൾ ഈ ലൈറ്റ് ഹൗസിലൊക്കെ പോകുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ വലിയ ലൈറ്റ് കാണുമല്ലോ, ഇങ്ങനെ നല്ല ദൂരം ഫോക്കസ് ചെയ്തടിക്കുന്ന ലൈറ്റ്. ഈ ലൈറ്റ് സെർച്ച് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പോയിന്റിൽ അത് എന്ത് ചെയ്യാൻ പറ്റണം? കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണം. സോ നമുക്ക് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഫോക്കസ്. അതായത് നിങ്ങൾ ആലോചിച്ചു, കോൺകേവിലല്ലേ വന്നതിന് ശേഷം എല്ലാ പ്രകാശ ഒരു പോയിന്റ് കൂടെ കടന്നു പോകുന്നത്, മറ്റേത് അവിടെ നിന്ന് വരുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നതാണ്? തോന്നുന്നതാണ് അല്ലേ? സോ അപ്പോൾ അതുകൊണ്ട് സെർച്ച് ലൈറ്റിൽ ഉപയോഗിക്കുന്നതും ഏതാണ്? കോൺകേവ് ദർപ്പണങ്ങളാണ്. ക്ലിയർ? അടുത്ത കോൺവെക്സ് ചെറുതായിട്ടല്ലേ കാണുന്നത്? വസ്തുക്കളെ ചെറുതായിട്ട് കാണിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ വരുന്ന പ്രകാശരശ്മിയെ ഇങ്ങനെ തട്ടി എന്ത് ചെയ്യും? നാനാ ദിക്കിലോട്ടും റിഫ്ലക്റ്റ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ തെരുവ് വിളക്കുകളിൽ സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? കോൺവെക്സ് ആണ്. അതേപോലെ വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ അത് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോടാ? സിമ്പിൾ ലോജിക് കണ്ട, ചെറുതായിട്ട് വസ്തുക്കളെ കാണിക്കുമ്പോഴല്ലേ കൂടുതൽ ഏരിയ ഉൾക്കൊള്ളാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഇവിടെ കുറേ സംഭവിക്കുകയാണ്. ചെറുതാക്കിയാൽ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ വേണ്ടി പറ്റും. മറ്റേതിൽ കോൺകേവിൽ വലുതായിട്ടല്ലേ കാണുന്നത്, ഇവിടെ ചെറുതായിട്ട് എല്ലാത്തിനെയും എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അതുകൊണ്ടാണ് വാഹനങ്ങളുടെ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അതേപോലെ കൊടും വളവുകളിൽ സ്ഥാപിക്കുന്നത്. കൊടും വളവുകളിലും എന്തുകൊണ്ടാണ് കോൺവെക്സ് സ്ഥാപിച്ചിരിക്കുന്നത്? ബിക്കോസ് മാക്സിമം ചെറുതായിട്ട് കാണുമ്പോഴാണ് മാക്സിമം ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് വേണം ഉത്തരം എഴുതാൻ. നിങ്ങൾ ആലോചിക്കുക, കോൺവെക്സ് ദർപ്പണം എന്ന് പറഞ്ഞാൽ അതവിടെ കോൺവെക്സ് ദർപ്പണത്തിൽ ചെറുതാണ്, മിഥ്യയാണ്, നിവർന്നതാണ്. കോൺകേവ് ദർപ്പണമാണെങ്കിൽ വലുതാണ്, അതേപോലെ എന്താണ്? തലകീഴാണ്, റിയലാണ്. പക്ഷെ ഇവിടെയും എന്തുണ്ടാവുന്നുണ്ട്? ഒരു മിഥ്യാ പ്രതിബിംബവും നിവർന്നതും ഒരു സാഹചര്യത്തിൽ ഉണ്ടാവുന്നുണ്ട്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? അതേപോലെ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്ക് നേരെ എന്തിലോട്ട് പോകാം? കണക്കിലോട്ട് പോകാടാ. കണക്കിലോട്ട് പോകുന്ന സമയത്ത് ക്ലാസ് നല്ല ലെങ്തി ആയി പോയി എന്നൊക്കെ എനിക്കറിയാം. ഇപ്പം തന്നെ 44 മിനിറ്റായി. ഇനിയിപ്പം നമ്മൾ അങ്ങോട്ട് പോകെ ക്ലാസ് സമയമെടുക്കും. ബിക്കോസ് സമയമെടുത്ത് പഠിക്കണം, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ സമയമെടുത്ത് തന്നെ പഠിക്കണം. സോ ഇനി നമുക്ക് കണക്കാണ് ചെയ്യാൻ വേണ്ടിയുള്ളത്. സോ കണക്ക് 1/f നോക്ക്, നമ്മൾ ലെൻസ് ഫോർമുലയും പഠിച്ചിട്ടുണ്ട്, മിറർ ഫോർമുലയും പഠിച്ചിട്ടുണ്ട്. ലെൻസ് ഫോർമുല എന്താണ്? 1/f = 1/v - 1/u. ഇതല്ലേ എന്തെന്ന് പറയുന്നത്? ലെൻസ് ഫോർമുല. 1/v - 1/u മൈനസ്, അതാണ് ലെൻസ് ഫോർമുല. മിറർ ഫോർമുല ഇത് ലെൻസ് ഫോർമുലയാണ്. എടാ തെറ്റിപ്പോരുത്, ഇത് ലെൻസ് ഫോർമുലയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് മിറർ ഫോർമുല? 1/f = 1/v + 1/u. ഇതാണ് എന്ത് ഫോർമുല? മിറർ ഫോർമുല. ഇതാണ് എന്ത് ഫോർമുല? മിറർ ഫോർമുല. ആൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളല്ലേ? ആൾറെഡി നമ്മൾ പറഞ്ഞതാണ്. വി എന്താണ്? ഇപ്പോൾ ഒരു വസ്തു വച്ചു കഴിഞ്ഞാൽ എഫ് എന്താണ്? എഫ് ഫോക്കൽ ലെങ്ത് ആണ് അല്ലേ? എഫ് എന്താണ്? ഫോക്കൽ ലെങ്ത് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫ് ഫോക്കൽ ലെങ്ത് ആണ്ട. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ്, ഒരു വസ്തുവിനെ ഞാനിവിടെ വയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് കേട്ടോണേ. നമുക്കപ്പോൾ ഇവിടെ ഓരോ കാര്യങ്ങളായിട്ട് എന്ത് ചെയ്യാം നോക്കാം. ഫസ്റ്റ് ഒരു കോൺകേവ് ദർപ്പണമുണ്ട്, ഒരു കോൺവെക്സ് ദർപ്പണമുണ്ട്. ഒരു കോൺകേവ് ദർപ്പണമുണ്ട്. അയ്യോ, വരച്ചത് മാറിപ്പോയി, രണ്ടും ഞാൻ സെയിം വരച്ചു വെച്ചടാ. ഒരു കോൺകേവ് ദർപ്പണവും ഉണ്ട്, ഒരു കോൺവെക്സ് ദർപ്പണവും ഉണ്ട്. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്നു. ഇവിടെയും ഞാൻ എന്ത് ചെയ്യുന്നു? ഈ സൈഡിൽ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്നു. ഇത് ഇങ്ങോട്ട് കൂടി എന്ത് ചെയ്യും? പോകും. നോക്കിക്കോ. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഒരു വസ്തുവിനെ വെച്ചു. ക്ലിയർ? ഇവിടെയാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ സി വരുന്നത്. ഞാൻ ഇവിടെ ഒരു വസ്തുവിനെ വെച്ചാൽ വസ്തുവും മിററും തമ്മിലുള്ള അകലം അല്ലേ? വസ്തുവും മിററും തമ്മിലുള്ള അകലം അതാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു. അതാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു. ഇവിടെ ഞാൻ വസ്തു വയ്ക്കുന്നു. വസ്തുവും മിററും തമ്മിലുള്ള അകലമാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു. ക്ലിയർ? അവിടെ നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനെ പറ്റി പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്താണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ? നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ മിറർ ആണെങ്കിലും ലെൻസ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? പ്ലേസ് ചെയ്യുക. ഇപ്പുറത്തെ സൈഡിൽ വരുന്നതെല്ലാം പോസിറ്റീവ്, ഇപ്പുറത്തെ സൈഡിൽ വരുന്നതെല്ലാം നെഗറ്റീവ് അല്ലേ? അതേപോലെ മുകളിലോട്ട് y ആക്സിസും ഉണ്ട്, x ആക്സിസും ഉണ്ട്. x ആക്സിസിന്റെ ഇപ്പുറ സൈഡിലോട്ട് വരുന്നതെല്ലാം പോസിറ്റീവ്, ഇപ്പുറ സൈഡിലോട്ട് വരുന്നതെല്ലാം നെഗറ്റീവ്. y ആക്സിസ് ആണെങ്കിൽ മുകളിലോട്ട് വരുന്നതെല്ലാം പോസിറ്റീവ്, താഴോട്ട് വരുന്നതെല്ലാം നെഗറ്റീവ്. നമ്മൾ ഇവിടെ അകലം പറയുമ്പോൾ
അകലം നമ്മൾ പറയുമ്പോൾ നമ്മൾ തറയിൽ കൂടിയുള്ള അകലമാണ് പറയുന്നത്. സോ നമ്മൾ എപ്പോഴും വസ്തുവിനെ വയ്ക്കുന്ന ഇപ്പുറ സൈഡിലാണ്. സോ യു എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ? എവിടെയാണ് ഇമേജ് കിട്ടുന്നത് എന്ന് ഉദ്ദേശിച്ചായിരിക്കും ഇമേജ് ഡിസ്റ്റൻസ് പോസിറ്റീവോ നെഗറ്റീവോ ആകുന്നത്. ക്ലിയർ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാടാ. നോക്കിക്കോ, യു രണ്ട് സ്ഥലത്തും ഇത് ഏത് ലെൻസാണ്? ഇത് ഏത് മിററാണ്? കോൺകേവ് മിററാണ്. ഇത് ഏത് മിററാണ്? കോൺവെക്സ് മിററാണ്. കോൺകേവ് മിറർ ആണെങ്കിലും കോൺവെക്സ് മിറർ ആണെങ്കിലും യു എപ്പോഴും എന്താണ്? നെഗറ്റീവാണ്. നമ്മൾ ആൾറെഡി പറഞ്ഞ കേസാണ് യു എന്താണ്. അപ്പോൾ നമുക്ക് നോക്കാടാ. ഞാൻ എഴുതിയ കുറച്ച് കാര്യങ്ങൾ കട്ടായി പോയി, അതുകൊണ്ടാണ് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തത്. സോ കണ്ടിന്യൂഷൻ ഒന്നും പോവല്ലേ. നോക്കിക്കോ, കോൺകേവ് ആണെങ്കിലും കോൺവെക്സ് ആണെങ്കിലും യു എന്താണ്? നെഗറ്റീവ് ആണ്. ഇനി കോൺവെക്സ് മിററിന്റെ കേസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. കോൺവെക്സ് മിററിലാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഇമേജ് മിഥ്യയായിരിക്കും. എപ്പോഴും കോൺവെക്സ് മിററിൻ്റെ അകത്ത് കിട്ടുന്നത് എന്തായിരിക്കും? മിഥ്യയായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഇമേജ് നമുക്കറിയാം ഒരു മിറർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മിഥ്യ ഇമേജ് കിട്ടുന്ന ഇപ്പുറ സൈഡിലാണ് അല്ലേ? മിഥ്യ കിട്ടുന്നത് ഇപ്പുറത്തെ സൈഡിലാണ്. സോ അവിടെ നമുക്ക് ഇമേജ് കിട്ടുന്നത് ഇവിടെ ആയിരിക്കും. ഇമേജും ആ മിററും തമ്മിലുള്ള അകലം, അതാണ് ഇമേജ് ഡിസ്റ്റൻസ് വി. ഇമേജ് ഡിസ്റ്റൻസ് വി. അപ്പോൾ ഇവിടുത്തെ വി എന്താണ്? പോസിറ്റീവാണ്. കോൺവെക്സിൽ ഇവിടെ വി എന്തായി? പോസിറ്റീവായി. ഓക്കെ ആയോ നിങ്ങൾക്ക്? വി എന്തായി? പോസിറ്റീവായി. ക്ലിയർ ആണോ നിങ്ങൾക്ക്? പക്കയാണോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ? ഇവിടെ നോക്കടാ, എപ്പോഴും ഇമേജ് കിട്ടുന്നത് ഇപ്പുറ സൈഡിലായിരിക്കും. സോ വി ഇപ്പുറത്താണ്. വി എന്തായി? പോസിറ്റീവായി. ക്ലിയർ ആയി നിങ്ങൾക്ക്? ഇനി കോൺകേവ് മിറർ നോക്കണം. അവിടെയാണ് പ്രശ്നം. കോൺകേവ് മിററിൽ 5 കണ്ടീഷനിലും കിട്ടുന്നത് നമുക്ക് എന്താണ്? ഇപ്പുറ സൈഡിലായിരിക്കും. കാരണം റിയൽ ആണ് അല്ലേ? കോൺകേവില് 5 കണ്ടീഷനിലും എന്താണ്? റിയൽ ആണ്. അപ്പോൾ 5 കണ്ടീഷനിലും എനിക്ക് ഇമേജ് കിട്ടിയത് ഇവിടെ ആയിരിക്കും. ആ കിട്ടുന്ന ഇമേജ് എങ്ങനെയായിരിക്കും? ഇവിടെ കിട്ടുന്ന ഇമേജ് റിയൽ ആണെങ്കിൽ തലകുത്തനെയും ആയിരിക്കും അല്ലേ? എനിവേ ഇപ്പുറ സൈഡിലല്ലേ വന്നത്. സോ ഇവിടെ ആയിരിക്കും കിട്ടുക. അവിടെ അതെന്താണ്? വി. ഇവിടെ ആയിരിക്കും വി വരിക. വി ഇപ്പുറ സൈഡിലല്ലേ വന്നത്? എന്താണ്? ഇമേജും മിററും തമ്മിലാകുക ഇപ്പുറ സൈഡിലല്ലേ? അപ്പോൾ ഇവിടെ വി എന്താണ്? നെഗറ്റീവാണ്. ബട്ട് ഒരു പ്രശ്നമുണ്ട്. ഒരു കണ്ടീഷനിൽ എഫിൻ്റെയും പിൻ്റെയും ഇടയിൽ വയ്ക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഇമേജ് മിഥ്യയല്ലേ? കോൺകേവിലെ ലെൻസിൻ്റെ ഏതിൻ്റെയാണ്? എഫിൻ്റെയും മിററിൻ്റെയും പിൻ്റെ ഇടയിൽ കിട്ടുമ്പോൾ എനിക്ക് കിട്ടുന്ന ഇമേജ് എന്തായിരിക്കും? മിഥ്യയായിരിക്കും. അപ്പോൾ എനിക്ക് ഇമേജ് നമ്മുടെ കോൺവെക്സ് മിററിൽ കിട്ടിയോ അല്ലേ? ഇപ്പുറ സൈഡിൽ ഇവിടെ ആയിരിക്കും എന്ത് ചെയ്യുക? കിട്ടുക. അപ്പോൾ ഇവിടുത്തെ വി ഇപ്പുറ സൈഡിലല്ലേ? വി എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. പോസിറ്റീവായിട്ട് മാറും. ക്ലിയർ ആയോ? കോൺകേവില് ഇവിടെ വി എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. ഓക്കെ അല്ലേ? അത് എപ്പോ എഫിനും പിക്കും ഇടയിലാണെങ്കിൽ വി എന്തായിരിക്കും? പോസിറ്റീവായിരിക്കും. ക്ലിയർ ആയോ? അപ്പം നമ്മൾ പഠിക്കുന്ന ചില കോഡുകളില്ലേ, നിങ്ങൾ പഠിക്കുന്ന ചില കോഡില്ലേ, കേവ്. ഞാനും നിങ്ങൾക്ക് അതാണ് ആദ്യമേ പറഞ്ഞു തന്നത്. ആദ്യമേ അത് പറഞ്ഞു തന്നാൽ പിന്നെ അത് പറഞ്ഞ് മാറ്റാൻ വേണ്ടി പറ്റും. കേവ് ആണെങ്കിൽ ഗുഹ, എല്ലാം നെഗറ്റീവ് എന്ന് നമ്മൾ പഠിക്കൂലേ? കേവ് ആണെങ്കിൽ ഗുഹ, എല്ലാം നെഗറ്റീവ് എന്ന് നമ്മൾ പഠിക്കൂലേ? അത് എന്താണ്? ഗുഹയ്ക്കകത്ത് കയറുമ്പോൾ ഫുൾ ഇരുട്ടെന്ന് പറഞ്ഞാൽ ഫുൾ ഡാർക്ക്, ഫുൾ നെഗറ്റീവ്. അപ്പോൾ കോൺകേവിൽ എന്തെടുത്താലും നെഗറ്റീവ് എടുക്കണമെന്ന് നമ്മൾ പഠിക്കൂലേ? അതിവിടെ നടക്കൂ? ബാക്കിയുള്ള 5 കണ്ടീഷനിലും ഇവിടെ എഫ് ഇവിടെയാണ് വരുന്നത്. സോ എഫും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ എഫ് ഇപ്പുറ സൈഡിലാണ് വരുന്നത്. അപ്പോൾ എഫ് എന്താണ്? പോസിറ്റീവാണ്. സോ ബാക്കിയുള്ള 5 കണ്ടീഷനിലും കേവ്, ഗുഹ, നെഗറ്റീവ് പക്ക. എന്താണ്? എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? നെഗറ്റീവ് എടുക്കാം. പക്ഷേ എഫിൻ്റെയും പിൻ്റെയും ഇടയിൽ വരുമ്പോൾ വി എന്തായിട്ട് മാറൂടാ? പോസിറ്റീവായിട്ട് മാറും. ക്ലിയർ? ഇതിൻ്റെ പ്രശ്നം എന്നറിയാമോ? നിങ്ങൾ കണക്ക് ചെയ്ത് നോക്കിയാണ്. അപ്പം നിങ്ങൾക്ക് കോൺകേവ് മിററിൻ്റെ ഒരു കണക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ കോൺകേവ് ഫുള്ള് നെഗറ്റീവ് എന്നാണ്. വി കണ്ടുപിടിക്കാനായിരുന്നു ചോദ്യം. നിങ്ങൾ കണ്ടുപിടിച്ച് വന്നപ്പോൾ വി എന്തെന്ന് കിട്ടി? പോസിറ്റീവ് വാല്യൂ ആണ്. ഇപ്പോൾ 6 എന്നാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ അല്ല -6 കിട്ടണം, അപ്പോൾ ഞാൻ ചെയ്ത തെറ്റാണ്. പിന്നെയും നിങ്ങൾ ചെയ്തു നോക്കി, പിന്നെയും നിങ്ങൾക്ക് 6 തന്നെയാണ് കിട്ടുന്നത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ ആ വസ്തു ഇരുന്നത് ഏതിൻ്റെയൊക്കെ ഇടയിലാണ്? ആ വസ്തു ഇരിക്കുന്നത് എഫിൻ്റെയും പിയുടെയും ഇടയിലാണ് അവിടെ വസ്തു ഇരുന്നത്. അതുകൊണ്ടാണ് കോൺകേവ്
മിററിൽ എനിക്ക് അവിടെ എന്ത് കിട്ടിയത്? പോസിറ്റീവ് വാല്യൂ കിട്ടിയത്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം ഈ കണ്ടീഷൻസ് എല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണ്. ക്ലിയർ? ഇത് വെച്ച് നിങ്ങൾ ഇതേ കോൺസെപ്റ്റിൽ നമ്മുടെ ലെൻസ് ഒന്ന് ചിന്തിച്ചു നോക്ക്. ലെൻസിലും നമുക്ക് 2 ലെൻസ് ഉണ്ട്. ഒന്ന് കോൺവെക്സ് ലെൻസും ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഏത് ലെൻസും ഉണ്ട്? കോൺകേവ് ലെൻസും ഉണ്ട്. ഓക്കെ അല്ലേ? ഈ കോൺവെക്സ് ലെൻസിൽ നിങ്ങൾ ആലോചിച്ച് നോക്കടാ, നമുക്കറിയാം നമ്മൾ ഇമേജ് ഒബ്ജക്റ്റ് വയ്ക്കുന്ന എപ്പോഴും എന്തായിരിക്കും? ഇപ്പർ സൈഡിലായിരിക്കും. അപ്പോൾ കോൺവെക്സ് ലെൻസ് ശ്രദ്ധിച്ചേക്കുക, കോൺവെക്സ് ലെൻസ് അതുപോലെ തന്നെ കോൺകേവ് ലെൻസ്. ഈ കോൺവെക്സ് ലെൻസിൽ എപ്പോഴും യു നെഗറ്റീവ് ആയിരിക്കും, അതേപോലെ തന്നെ കോൺകേവിലും യു എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അതിനുശേഷം ഇവിടെ കിട്ടുന്നത് കോൺവെക്സിൽ കിട്ടുന്നത് റിയൽ ആണ്. 5 കണ്ടീഷനിലും റിയൽ ആണ്. ഒരു കണ്ടീഷനിൽ എന്തായിട്ട് മാറും? മിഥ്യയായിട്ട് മാറും. ഇവിടെ എപ്പോഴും കോൺകേവ് ലെൻസിൽ കിട്ടുന്നത് എപ്പോഴും എന്താണ്? മിഥ്യയാണ്. ക്ലിയർ? ലെൻസിന്റെ കേസിൽ മിഥ്യ എന്ന് പറഞ്ഞാൽ ഇപ്പർ സൈഡിലാണ് അല്ലേ? ലെൻസിന്റെ കേസിൽ മിഥ്യ എന്ന് പറഞ്ഞാൽ ഇപ്പർ സൈഡിലാണ്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നോക്ക്, നമുക്ക് ഇതാണ് യു അല്ലേ? വസ്തു, ഇത് വസ്തു അല്ലേ? ഇത് വസ്തു മുതൽ ലെൻസ് വരെയുള്ള അകലം, അതാണ് യു. ഓക്കെ, ഒരു പ്രശ്നവുമില്ല. സോ യു രണ്ടിടത്തും നെഗറ്റീവ് ആണ്. ഇവിടെ കോൺകേവിൽ എപ്പോഴും മിഥ്യയല്ലേ കിട്ടുന്നത്? സോ കോൺകേവ് ലെൻസിൽ അപ്പോൾ വസ്തു എപ്പോഴും ഇമേജ് എപ്പോഴും ഇപ്പർ സൈഡിലായിരിക്കും. അപ്പോൾ ഇതാണ് വിയും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ? എഫ് നമുക്ക് ആൾറെഡി അറിയാം, എഫ് അവിടെ എന്താ? നെഗറ്റീവാണ്. കാരണം എഫ് ഇതിലും ഈ സൈഡിലാണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ കോൺകേവ് ലെൻസിൽ അവിടെ ഒരു പ്രശ്നമില്ല. നമ്മൾ ആ ഗുഹ അകത്ത് കയറുമ്പോൾ നെഗറ്റീവ് ഡാർക്ക് എന്ന് പറയൂലേ, അത് എവിടെ അപ്ലിക്കബിൾ ആണ്? കോൺകേവ് ലെൻസിൽ ഓക്കെ ആണ്. അതേപോലെ നിങ്ങൾ കോൺവെക്സ് ലെൻസ് നോക്ക്. കോൺവെക്സ് ലെൻസിന്റെ കേസ് പറയുന്ന സമയത്ത് ഇവിടെ വിയുടെ കേസ്, വി എപ്പോഴും 5 കണ്ടീഷനിലും റിയൽ ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡിലാണ് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. ക്ലിയർ അല്ലേ? റിയൽ ആണെങ്കിൽ ഇപ്പർ സൈഡിൽ. സോ അവിടെ ഇതാണ് എന്തെന്ന് പറയുന്നത്? വി. അതാണ് ഇടല്ലേ? അതാണ് വി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതാണ് വി. അപ്പം വി എപ്പോഴും എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. എന്നാൽ ഒരു മിഥ്യാ കണ്ടീഷൻ വരൂലേ? മിഥ്യാ കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് അവിടെ ഇമേജ് കിട്ടുന്ന ഇപ്പർ സൈഡിലായിരിക്കൂലേ? അപ്പോൾ അവിടുത്തെ വി ഇവിടെ നിന്നല്ലേ വരയ്ക്കുന്നത്? ആ ഒരു കണ്ടീഷനിൽ വി എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായോ? ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? സോ അപ്പോൾ ഞാൻ ഇത് പറയാനാണ് ഇത്രയും എന്ത് ചെയ്തത്? കഷ്ടപ്പെട്ടത്. ഞാൻ ഇനി ഇതിൻ്റെ കൺക്ലൂഷൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ പറയുന്ന കൺക്ലൂഷൻ നിങ്ങൾ കേൾക്കുക, അപ്പോഴേ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഇത്രയും നേരം നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ചിട്ട് ഇത് കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. സോ നോക്കിക്കോ, കോൺകേവ് ലെൻസിൽ എന്താണോ നടന്നത് അതാണ് കോൺവെക്സ് മിററിലും നടക്കാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ ആണോ? അത്രയും കാര്യം. അടുത്ത് കോൺവെക്സ് ലെൻസിൽ എന്താണോ നടന്നത് അതാണ് കോൺകേവ് മിററിലും എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്? നടക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ പറഞ്ഞ ഈ 2 കണ്ടീഷൻസ് നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ അടുത്ത് ഇതിനെ പതുക്കെ താഴോട്ടാക്കാമേ. നോക്കിക്കോ, കോൺവെക്സ് ലെൻസും കോൺകേവ് മിററുമാണ്. അതിൻ്റെ മുകളിൽ കിടക്കുന്ന ജോഡി ഏതൊക്കെയാണ്? കോൺകേവ് ലെൻസും കോൺവെക്സ് മിററും. ഇതിലുണ്ടാകുന്ന ഇമേജുകൾ എപ്പോഴും മിഥ്യയാണ്. മിഥ്യയാണെന്ന് പറയുമ്പോൾ ലെൻസിൻ്റെ കേസിൽ മിഥ്യ വരുന്ന സൈഡിലല്ല, മിററിൻ്റെ കേസിൽ മിഥ്യ വരുന്നത്. ലെൻസിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ലെൻസിൽ കോൺകേവ് എന്ന് വെച്ചാൽ ഗുഹ ലെൻസിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഗുഹ എടുക്കാം. എല്ലാ സാധനവും നിങ്ങൾക്ക് എന്താണെന്ന് എടുക്കാം? നെഗറ്റീവ് ആണെന്ന് എടുക്കാം. ക്ലിയർ ആയോ? നിങ്ങൾക്ക് എല്ലാ സാധനവും നിങ്ങൾക്ക് നെഗറ്റീവ് ആണെന്ന് എടുക്കാം. കോൺവെക്സ് മിററിൻ്റെ അകത്ത് എല്ലാ സാധനവും നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് എടുക്കാം. ക്ലിയർ ആയോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റീവ്. കോൺകേവ് ലെൻസിൻ്റെ അകത്ത് എല്ലാം നിങ്ങൾക്ക് നെഗറ്റീവ് എന്ന് എടുക്കാം, ഒരു പ്രശ്നമില്ല. എഫ് എപ്പോഴും നെഗറ്റീവാണ്, വി എപ്പോഴും നെഗറ്റീവാണ്, യു എപ്പോഴും എന്താണ്? നെഗറ്റീവാണ്. കോൺവെക്സ് ലെൻസിൻ്റെ അകത്ത്. കോൺവെക്സ് മിററിൻ്റെ അകത്തും ഇതേ കണ്ടീഷൻ. എഫ് എല്ലാം പോസിറ്റീവാണ്, വി എല്ലാം പോസിറ്റീവാണ്, യു എല്ലാം പോസിറ്റീവാണ്. സോ കേവ് നോർമലി നമ്മൾ നെഗറ്റീവ് എന്നും വെക്സ് നോർമലി നമ്മൾ പോസിറ്റീവ് എന്നുമാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോൺകേവ് ലെൻസിലും കോൺവെക്സ് മിററിലും ഈ പറയുന്ന ഒരു നിയമവും പ്രശ്നമല്ല. നമ്മൾ എന്താണോ കാണാതെ പഠിച്ചത്, നമ്മൾ എന്ത് കോഡാണോ പഠിച്ചിരിക്കുന്നത് അത് അപ്ലൈ ചെയ്യാം. എന്നാൽ
കോൺവെക്സ് ലെൻസിലും കോൺകേവ് മിററിലും. കോൺകേവ് എന്ന് നമ്മളെല്ലാം നെഗറ്റീവ് എന്നല്ലേ പഠിച്ചു വെച്ചിരിക്കുന്നത്. സോ എഫ് വി യു എല്ലാം നിങ്ങൾ നെഗറ്റീവ് എടുത്തോ. ഇവിടെ യു 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 എന്താണ്? യു നെഗറ്റീവ് ആണ് കേട്ടോ. ഇവിടെയും ഇവിടെ എന്താണ്? യു നെഗറ്റീവ് ആണ്. യു എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. എഫും വിയും പോസിറ്റീവ് എടുത്തോ, യു എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ കോൺകേവ് മിററിൽ നമ്മൾ സാധാരണ പഠിക്കുന്ന എല്ലാം എന്തെടുക്കണം? നെഗറ്റീവ് എടുക്കണം. രണ്ട് സ്ഥലത്താണെങ്കിലും ആൾറെഡി യു എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. രണ്ടിടത്തും യു എന്താണ്? യു എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം ഒബ്ജക്റ്റ് വയ്ക്കുന്നത് എപ്പോഴും ഫ്രണ്ടിലാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, കോൺകേവ് മിററിൽ നമ്മളെ കണ്ടീഷൻ അനുസരിച്ച് എല്ലാം എന്താവണം? നെഗറ്റീവ് ആണ്. യു ആൾറെഡി നെഗറ്റീവ് ആണ്. എല്ലാം എന്താവണം? നെഗറ്റീവ് ആവണം. അതേപോലെ ഇവിടെ കോൺവെക്സ് ലെൻസിൽ നമ്മളെ കണ്ടീഷൻ അനുസരിച്ച് യു മാത്രം നെഗറ്റീവ് ആകണം, എഫും വിയും എന്താവണം? പോസിറ്റീവ് ആവണം. ഇതല്ലേ നമ്മുടെ കോൺസെപ്റ്റ്. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ, എഫിൻ്റെയും പിൻ്റെയും ഇടയിൽ വയ്ക്കുമ്പോൾ ഇവിടെ വി എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. ഇവിടെ വി എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. ഇപ്പം ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഒന്നും കൂടി ഞാൻ പറയുമ്പോൾ പക്കാ ക്ലിയർ ആകും. ശ്രദ്ധിച്ചു കേട്ടോടാ. കോൺകേവ് ലെൻസും കോൺവെക്സ് മിററും നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് അതൊക്കെ അപ്ലൈ ചെയ്യാം. സോ യു എല്ലായിടത്തും യു എന്താണ്? യു നെഗറ്റീവ് ആണ്. സോ കോൺകേവിൽ കേവ് ഗുഹ നെഗറ്റീവ്, എല്ലാം നെഗറ്റീവ്. അപ്പം വെക്സ് നോർമലി പോസിറ്റീവ് ആണ്, എഫ് വിയും പോസിറ്റീവ് ആണ്. പക്ഷേ യു എന്തായിട്ട് മാറൂടാ? നെഗറ്റീവായിട്ട് മാറും. യു ആൾറെഡി എപ്പോഴും എന്താണ്? നെഗറ്റീവ് ആണ്. അടുത്തത് പക്ഷേ കോൺവെക്സ് ലെൻസും കോൺകേവ് മിററും നമ്മൾ വരച്ചു പഠിച്ചത് കോൺവെക്സ് ലെൻസും കോൺകേവ് മിററുമാണ് നമ്മൾ വരച്ചു പഠിച്ചത്. രണ്ടും സെയിം ആണ്. വരച്ചു പഠിച്ചതിലാണ് ഈ പ്രശ്നം വരുന്നത്. അങ്ങനെ ഓർത്തു വയ്ക്കുക. വരച്ചു പഠിച്ചത് ഏതാണ്? കോൺവെക്സ് ലെൻസും കോൺകേവ് മിററും ആണ് വരച്ചു പഠിച്ചതിൽ ഒരു പ്രശ്നമുണ്ട്. നോർമലി അവിടെ എന്താണ്? കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ യു നെഗറ്റീവ് ആണ്, എഫും വിയും പോസിറ്റീവ് ആണ്. ഇവിടെ എല്ലാം എന്താണ്? നെഗറ്റീവ് ആണ്. യു ആൾറെഡി നെഗറ്റീവ് ആണ്, ബാക്കി എഫും യുവും നെഗറ്റീവ് ആണ്. പക്ഷേ എഫിൻ്റെയും പിൻ്റെയും ഇടയിൽ വയ്ക്കുമ്പോൾ അവിടെ വി പോസിറ്റീവ് ആകാം, യു നെഗറ്റീവ് ആകാം. സാറേ അപ്പം നമ്മൾ എങ്ങനെ ഈ വിയും യുവും പോസിറ്റീവ് നെഗറ്റീവ് ആണെന്ന് ഇവന്മാരിൽ കണ്ടെത്തുമെന്ന് വെച്ചാൽ പി എസ് സിക്ക് തരും. ഒരു റിയൽ ഇമേജ് ഫോമായി എന്ന് തരും. റിയൽ ഇമേജ് ഫോമായി എന്ന് തന്നാൽ നിങ്ങൾ കോൺവെക്സിൽ വി എന്തെടുക്കുക? പോസിറ്റീവ് എടുക്കുക. കോൺകേവിൽ വി എന്തെടുക്കുക? നെഗറ്റീവ് എടുക്കുക. ഒരു മിഥ്യാപ്രതിബിംബം ഫോമായി എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ വി എവിടെ? കോൺകേവിൽ പോസിറ്റീവ് എടുക്കുക, കോൺവെക്സിൽ നെഗറ്റീവ് എടുക്കുക. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ നിങ്ങൾ ഡൗട്ട് അല്ലേ ഇത് വരുമില്ല സാറേ? കോൺവെക്സിൽ എപ്പോൾ ഞാൻ വി ഒരു സ്ഥലവും പറയാതെ വി ഞാൻ പോസിറ്റീവ് എടുക്കുന്ന സാഹചര്യം വരുന്നത് എപ്പോ? നിങ്ങളോട് പറയും കോൺവെക്സിൽ റിയൽ ഇമേജ് ഫോമായി ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് സാധാരണ പോലെ തന്നെ കോൺവെക്സ് എല്ലാം നിങ്ങൾ പോസിറ്റീവ് അല്ലേ എടുക്കുന്നത്? എഫും വിയും ഒക്കെ പോസിറ്റീവ് എടുത്തോ, യു മാത്രം എന്തെടുത്തോ? നെഗറ്റീവ് എടുത്തോ. അതേപോലെ കോൺകേവ് മിററിൽ റിയൽ ഇമേജ് ഫോമായി ഒന്നും നോക്കണ്ട, സിംപിളി എല്ലാം എന്തെടുത്തോ? നെഗറ്റീവ് എടുത്തോ. എന്നാൽ കോൺവെക്സ് ലെൻസിൽ മിഥ്യാപ്രതിബിംബം ഫോമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എഫ് മാത്രമാണ് പോസിറ്റീവ്, യു ആൾറെഡി നെഗറ്റീവ് ആണ്. അതിനുള്ള വിയും എന്തെടുക്കണം? നെഗറ്റീവ് എടുക്കണം. കോൺകേവിൽ മിഥ്യാപ്രതിബിംബം ഫോമായെന്ന് വെച്ചാൽ യു നെഗറ്റീവ് ആണ്, എഫ് നെഗറ്റീവ് ആണ്. പക്ഷേ വി എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? മനസ്സിലായോ നിങ്ങൾക്ക്? സോ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇതൊന്നും കൂടി എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു തരുന്നു, ശ്രദ്ധിച്ച് കേൾക്കുക. ലെൻസിൻ്റെ ആണ് ചോദ്യം. ലെൻസിൽ നിന്നാണ് ചോദ്യം. ഒരു മിഥ്യാപ്രതിബിംബം ഉണ്ടായെന്ന് പറഞ്ഞാൽ ലെൻസിൽ ഒരു മിഥ്യാപ്രതിബിംബം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ലെൻസൊക്കെ ആവാം? നിങ്ങൾ സിമ്പിളി ആലോചിച്ച് നോക്ക്. അത് ഏതൊക്കെ ലെൻസ് ആവാം? അത് കോൺകേവ് ലെൻസും ആവാം, കോൺവെക്സ് ലെൻസും ആവാം. ഒരു ലെൻസിൽ യഥാർത്ഥ പ്രതിബിംബം ഉണ്ടായെന്ന് പറഞ്ഞാൽ അത് ഏത് ലെൻസ് മാത്രമേ ആവുള്ളൂ? കോൺവെക്സ് ലെൻസ് മാത്രമേ ആവുള്ളൂ. യഥാർത്ഥ പ്രതിബിംബം ഉണ്ടായെന്ന് പറഞ്ഞാൽ അത് കോൺവെക്സ് ലെൻസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആവത്തുള്ളൂ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, യഥാർത്ഥ പ്രതിബിംബം കോൺവെക്സ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെൻസിൽ യഥാർത്ഥ പ്രതിബിംബം കോൺവെക്സ് ലെൻസിലുണ്ടായാൽ നിങ്ങൾ എഫും വിയും പിയും ഒക്കെ എന്തെടുത്തോ? പോസിറ്റീവ് എടുത്തോ. പക്ഷേ യു എപ്പോഴും എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ക്ലിയർ ആയോ? അടുത്ത് ലെൻസ് കോൺകേവിൽ എപ്പോഴും മിഥ്യ ഉണ്ടാവുള്ളൂ. കോൺകേവിൽ എപ്പോഴും എന്തേ ഉണ്ടാവുള്ളൂ? മിഥ്യ ഉണ്ടാവുള്ളൂ. സോ കോൺകേവ് എന്ന് കണ്ടാൽ, കോൺകേവ് ലെൻസ് എന്ന് കണ്ടാൽ നിങ്ങളൊന്നും നോക്കണ്ട, യുവും എഫും വിയും എല്ലാം എന്തെടുത്തോ? നെഗറ്റീവ് എടുത്തോ. ക്ലിയർ ആയോ? പക്ഷേ കോൺവെക്സ് ലെൻസിൽ മിഥ്യ എന്ന് കണ്ടാൽ
കോൺവെക്സ് ലെൻസിൽ മിഥ്യ എന്ന് കണ്ടാൽ യു നെഗറ്റീവാണ്, വിയും നെഗറ്റീവാണ്, എഫ് മാത്രമാണ് എന്ത് പോസിറ്റീവ്. റെയർ ആയിട്ട് ചോദിക്കുന്നതാണ് ഈ ഒരു കണ്ടീഷൻ. ചോദിച്ചാൽ ഒരു മാർക്ക് കിട്ടും, ചോദിച്ചാൽ ആർക്കും കിട്ടാത്തൊരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? അടുത്ത് മിററിന്റെ കേസിൽ നേരെ തിരിയും. മിററിന്റെ കേസിൽ നിങ്ങൾ റിയൽ ഇമേജ് എന്ന് കണ്ടാൽ, റിയൽ ഇമേജ് ആർക്ക് മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ? കോൺകേവിന് മാത്രമേ ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂ. ഇതിൽ തിരിയും. സോ എഫും കോൺകേവ് എന്നാണ്ട് എഫും വിയും യുവും എല്ലാം നിങ്ങൾ എന്തെടുത്തോ? നെഗറ്റീവ് എടുത്തോ. പക്ഷേ മിററിൻ്റെ അകത്ത് മിഥ്യ എന്ന് കാണുമ്പോൾ മിഥ്യ രണ്ടുപേർക്ക് ഉണ്ടാക്കാം, കോൺകേവിനും ഉണ്ടാക്കാൻ പറ്റും, കോൺവെക്സിനും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. മിഥ്യ കോൺവെക്സ് കണ്ടാൽ നിങ്ങൾ എഫും വിയും എന്തെടുക്കുക? പോസിറ്റീവ് എടുക്കുക, യു എന്തെടുക്കുക? നെഗറ്റീവ് എടുക്കുക. വേറെ കേസൊന്നുമില്ല. പക്ഷേ മിഥ്യ കോൺകേവ് മിറർ എന്ന് കണ്ടാൽ, മിഥ്യ കോൺകേവ് മിറർ എന്ന് കണ്ടു കഴിഞ്ഞാൽ എഫും എന്താണ് യുവും നിങ്ങൾ നെഗറ്റീവ് എടുത്തിട്ട് വി അവിടെ എന്തെടുക്കണം? പോസിറ്റീവ് എടുക്കണം. വി എന്തെടുക്കണം? പോസിറ്റീവ് എടുക്കണം. മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ നിങ്ങൾക്ക്? വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ് ഗൈസ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ഇത് ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ചാൽ മതി. ക്വസ്റ്റ്യനിൽ എപ്പോഴേ നിങ്ങൾ ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥമാണോ മിഥ്യയാണോ എന്ന് പറയില്ല. കാരണം കോൺകേവ് ലെൻസിൽ എപ്പോഴും ഉണ്ടാകുന്ന ഏതാണ്? മിഥ്യയാണ്. നിങ്ങൾ യുവും വിയും എഫും ഒക്കെ എടുത്തോ നെഗറ്റീവ് എടുത്തോ പ്രശ്നമില്ല. പക്ഷേ കോൺവെക്സ് ലെൻസ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നതെങ്കിൽ അവിടെ അത് യഥാർത്ഥ പ്രതിബിംബമാണോ മിഥ്യാ പ്രതിബിംബമാണോ എന്ന് മെൻഷൻ ചെയ്യും. കാരണം അത് വി പോസിറ്റീവോ നെഗറ്റീവോ എടുക്കണമെന്ന് അറിയാൻ വേണ്ടിയാണ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് പക്കാ കാണിച്ചു തരാം. നമ്മൾ ചെയ്ത ലെൻസിന്റെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എടുക്കാം. നോക്കിക്കോ, ലെൻസിന്റെ ക്വസ്റ്റ്യനിലെ കേസിൽ നിങ്ങൾ നോക്കിയത് കണ്ട് ഒന്ന് ക്ലാരിഫൈ വരുത്തിയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്താൽ പോയാൽ മതി. ഇവിടെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. ഞാൻ എടുത്തിടേണ്ടിയായിരുന്നു, മറന്നുപോയി ഗായ്സ്. സോറി. എവിടെ ആ ക്വസ്റ്റ്യൻ? എവിടെ ലെൻസിൻ്റെയും മിററിൻ്റെയും ക്വസ്റ്റ്യൻ? ഞാനിത് കട്ട് ചെയ്തോളാം. ഇവിടെ നോക്ക്. ഒരു കോൺവെക്സ് ലെൻസിന് മുന്നിൽ 15 സെൻറ്റിമീറ്റർ അകലെ വസ്തു വെച്ചപ്പോൾ ലെൻസിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ അകലെയായി യഥാർത്ഥ പ്രതിബിംബം ലഭിച്ചു. അവിടെ യഥാർത്ഥം എന്നത് പുഷ് ചെയ്ത് നിങ്ങൾ കണ്ടോ? യഥാർത്ഥ പ്രതിബിംബം ലഭിച്ചു. കോൺവെക്സ് ആയതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. ഇനി നോക്ക്, ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ അല്ലെങ്കിൽ കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ദൂരം 20 സെന്റിമീറ്റർ ആണ്. ലെൻസിൽ നിന്ന് 30 സെന്റിമീറ്റർ അകലെയായ ഒരു വസ്തു വെച്ചപ്പോൾ പ്രതിബിംബത്തിലേക്കുള്ള അകലം എത്ര? യഥാർത്ഥ പ്രതിബിംബമാണോ മിഥ്യയാണോ എന്ന് കോൺകേവ് ലെൻസിൽ മെൻഷൻ ചെയ്തിട്ടില്ല. കാരണം കോൺകേവ് ലെൻസിൽ എപ്പോഴും എന്തായിരിക്കും? മിഥ്യയായിരിക്കും. കോൺകേവ് നിങ്ങൾ ലെൻസിന്റെ കേസിൽ എല്ലാം എന്തെടുത്തോ? നെഗറ്റീവ് എടുത്തോ. പക്ഷേ ഇവിടെ കോൺവെക്സ് ലെൻസ് എന്നപ്പോൾ എന്തുകൊണ്ട് യഥാർത്ഥം എന്ന് മെൻഷൻ ചെയ്തു? ഇവിടെ മിഥ്യ എന്നാണ് മെൻഷൻ ചെയ്തതെങ്കിൽ ഞാൻ ഇവിടെ എടുക്കുന്ന വി എന്തെടുക്കേണ്ടി വരുമായിരുന്നു? ഇവിടെ ഞാൻ വി പോസിറ്റീവ് അല്ലേ എടുത്തിരിക്കുന്നത്. ഇവിടെ വി ഞാൻ എന്തെടുക്കേണ്ടി വന്നാനേ? നെഗറ്റീവ് എടുക്കേണ്ടി വന്നാനേ. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? സോ അത് വളരെ വളരെ എന്താണ്ടാ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെയാണ് മിററിലെ കേസ്. ഇനി അതേപോലെ ഞാൻ നിങ്ങൾക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ ആൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. മാഗ്നിഫിക്കേഷൻ, ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ ആണ് എന്നുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് അല്ലേ? ഇതല്ലേ ഇക്വേഷൻ. സോ ഇവിടെ നമ്മൾ മിററിന്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനും സെയിം പരിപാടിയാണ്ട HI/HO. ഇനി ഇവിടെ മാഗ്നിഫിക്കേഷൻ ഞാൻ മറ്റൊരു ഇക്വേഷൻ പറഞ്ഞില്ലേ? V/U. പക്ഷേ ഇവിടെ മിററിൽ -V/U ആണ്. മിററിൽ ഇപ്പം നോക്ക്, V/U ചെയ്താൽ എനിക്ക് മാഗ്നിഫിക്കേഷൻ കിട്ടും. അത് ലെൻസിലാണ് V/U, മിററിലാണെങ്കിൽ -V/U ആണ്. പക്ഷേ HI/HO സീനൊന്നുമില്ല. HI/HO എന്തില്ല? സീനില്ല. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കണക്ക് ഒരു സൈഡിൽ നിന്ന് എന്ത് ചെയ്യാം? കണക്കുകൾ ചെയ്തു പോവാം. ആവർത്തനം നമ്മൾ അന്ന് പഠിച്ചതാണ്. ആവർത്തനം 1 ആണ് കിട്ടുന്നതെങ്കിൽ ആവർത്തനം 1 മാഗ്നിഫിക്കേഷൻ്റെ ആ കേസും കൂടി ഇനിയിപ്പോൾ നോക്കിയില്ലെന്ന് വേണ്ട, നോക്കിക്കോ. മാഗ്നിഫിക്കേഷൻ 1 ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജും ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും സെയിം ആണ്. മാഗ്നിഫിക്കേഷൻ 1നേക്കാൾ കൂടുതലാണ് കിട്ടുന്നതെങ്കിൽ ഇമേജിൻ്റെ ഹൈറ്റ് കൂടുതലാണ്. മാഗ്നിഫിക്കേഷൻ 1നേക്കാൾ കുറവാണ് കിട്ടുന്നതെങ്കിൽ മാഗ്നിഫിക്കേഷൻ ഒബ്ജക്റ്റ് കൂടുതലും, അതായത് കിട്ടിയ ഇമേജിന്റെ ഹൈറ്റ് കുറവാണ്, ഒബ്ജക്റ്റിനേക്കാൾ ചെറുതാണ് കിട്ടിയത് അല്ലേ? അടുത്ത് മാഗ്നിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ
വസ്തു മിഥ്യയാണ് നിവർന്നതാണ്. മാഗ്നിഫിക്കേഷൻ കിട്ടുന്നത് നെഗറ്റീവാണ് എന്നുണ്ടെങ്കിൽ റിയലാണ് തലകീഴനെയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആൾറെഡി സെറ്റാക്കി പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണക്ക് പോവാം. ഇവിടെ ദർപ്പണത്തിൻ്റെ ആണ്ടാ ചെയ്യുന്നത്. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ മുന്നിൽ വച്ചിരിക്കുന്ന 3 സെന്റിമീറ്റർ ഉയരമുള്ള വസ്തുവിൻ്റെ യഥാർത്ഥ പ്രതിബിംബത്തിന് 6 സെന്റിമീറ്റർ ഉയരമെങ്കിൽ ആവർത്തനം എത്ര? ഇവിടെ നോക്ക്, യഥാർത്ഥ പ്രതിബിംബം എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? കോൺകേവ് ദർപ്പണമാണ്. ക്ലിയർ. ഇൻ കേസ് ഇവിടെ കോൺവെക്സ് ദർപ്പണമാണെങ്കിൽ യഥാർത്ഥം എന്ന് പറയില്ല, മിഥ്യയാണ്. ക്ലിയർ. കോൺകേവ് ആയതുകൊണ്ടാണ് യഥാർത്ഥം എന്ന് എടുത്തു പറഞ്ഞത്. മനസ്സിലായോ? കോൺകേവ്. ഇനി ഇവിടെ നോക്ക്, കോൺവെക്സ് ലെൻസ് ആണ് ഈ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നെങ്കിൽ, ദർപ്പണത്തിന് കോൺവെക്സ് ലെൻസ് ആയിരുന്നുവെങ്കിലും യഥാർത്ഥമാണോ മിഥ്യയാണോ എന്ന് എടുത്തു പറയും. എന്നാൽ കോൺകേവ് ലെൻസ് ആണ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നെങ്കിൽ എടുത്തെന്ത് ചെയ്യില്ല, പറയില്ല. ചുരുക്കി പറഞ്ഞാൽ കോൺകേവ് ദർപ്പണവും കോൺവെക്സ് ലെൻസും വരുമ്പോൾ അവർ എടുത്തു പറയും. യഥാർത്ഥമാണെങ്കിൽ എന്താണ്, നമുക്ക് സാധാരണ നമ്മളെ കോഡൊക്കെ വെച്ച് ചെയ്യാം. മിഥ്യയാണെങ്കിൽ വ്യത്യാസമുണ്ട്. അതേപോലെ കോൺകേവ് ലെൻസും കോൺവെക്സ് ദർപ്പണവും ആണെങ്കിൽ അവർ എടുത്തു പറയില്ല. കാരണം എപ്പോഴും എന്തായിരിക്കും, മിഥ്യയായിരിക്കും. നിങ്ങൾ എന്തിട്ടോ, കോഡിട്ടോ. ക്ലിയർ ആയോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ച് ഇനി പരിപാടിയിലോട്ട് വിടാം. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ മുന്നിൽ വച്ചിരിക്കുന്ന 3 സെന്റിമീറ്റർ ഉയരമുള്ള വസ്തുവിൻ്റെ യഥാർത്ഥ പ്രതിബിംബത്തിൻ്റെ ഉയരം 6 സെന്റിമീറ്റർ ആണെങ്കിൽ ആവർത്തനം കാണുക. സോ സിംപിളി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയാണ്? ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയാണ്? പക്ഷേ വസ്തുവിൻ്റെ ഹൈറ്റ് എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ് അല്ലേ? ഇനി ഹൈറ്റ് ഓഫ് ദി ഇമേജ് -6 ആണ്. അതെന്തിനാ സാറേ മൈനസ് എടുത്തത്? എടാ, റിയൽ ഇമേജ് ആണെങ്കിൽ തലകുത്തനെ ആയിരിക്കൂലേ. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ വെച്ച് ഹൈറ്റ് നമ്മൾ y ആക്സിസിലല്ലേ അളക്കുന്നത്. y ആക്സിസ് മുകളിലോട്ടുള്ള അല്ലേ പോസിറ്റീവ് വാല്യൂസ് 1, 2, 3, 4. താഴോട്ട് എന്നത് എന്താണ്? -1, -2, -3 അങ്ങനെയല്ലേ. സോ നിവർന്ന വസ്തു ഇങ്ങനെയായിരിക്കൂലേ. തല എവിടെയാണോ അവിടെ വെച്ചിട്ട് നമ്മൾ ഹൈറ്റ് അളക്കുന്നത്. സോ ഇവിടെയാണ് പോസിറ്റീവ്. എന്നാൽ യഥാർത്ഥ വസ്തു ആണെങ്കിൽ തലകുത്തനെ ആയിരിക്കൂലേ. അപ്പോൾ മൈനസ് സംഖ്യയല്ലേ നമ്മൾ എടുക്കേണ്ടത്. സോ യഥാർത്ഥം എന്ന് പറയുമ്പോൾ ഹൈറ്റ് നമ്മൾ മൈനസ് എടുക്കും. സോ അതുകൊണ്ടാണ് -6 എന്ന് എടുത്തിരിക്കുന്നത്. സോ HO മാഗ്നിഫിക്കേഷൻ, അതായത് -6/3 അതാണ് മാഗ്നിഫിക്കേഷൻ. -6/3 എന്ന് വെച്ചാൽ മാഗ്നിഫിക്കേഷൻ എത്രയാണെന്ന് കിട്ടും? -2 എന്ന് കിട്ടും. -2. മാഗ്നിഫിക്കേഷൻ 1നേക്കാൾ കൂടുതലല്ലേ. അതിനർത്ഥം ഇത് ഈ ക്വസ്റ്റ്യനിൽ അത് ചോദിക്കുന്നില്ല എങ്കിലും നമുക്കത് കാണാൻ പറ്റുമോടാ. വസ്തുവിൻ്റെ ഉയരത്തേക്കാൾ വലുതാണ് എന്തെന്ന് പറയുന്നത്? ഇമേജിൻ്റെ ഹൈറ്റ്. അതുകൊണ്ടാണ് മാഗ്നിഫിക്കേഷൻ 1നേക്കാൾ കൂടുതൽ കിട്ടിയത്. 1നേക്കാൾ കൂടുതൽ കിട്ടിയാൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്താണ്? കൂടുതലാണ്. നെഗറ്റീവ് ആണെന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? യഥാർത്ഥ പ്രതിബിംബമാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ശരി. അങ്ങനെയാണെങ്കിൽ ആ ഒരൊറ്റ ക്വസ്റ്റ്യന് ശേഷം നമുക്ക് കമ്പൈൻ ചെയ്തുള്ള മിററിലെ ക്വസ്റ്റ്യനിലോട്ട് എന്ത് ചെയ്യാം? പോകാം. സോ ഫസ്റ്റ് നോക്കുക. ഒരു ഗോളാകൃതിയിലുള്ള ദർപ്പണത്തിൽ 5 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു 2 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു യഥാർത്ഥ പ്രതിബിംബം സൃഷ്ടിക്കുന്നു. മാഗ്നിഫിക്കേഷൻ കണ്ടെത്തുക. അതായത് ദർപ്പണത്തിലെ വസ്തുവിൻ്റെ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. ക്ലിയർ ആയോ? ഒരു ഗോളാകൃതിയിലുള്ള ദർപ്പണത്തിൽ 5 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു, 2 സെന്റിമീറ്റർ ഉയരമുള്ള യഥാർത്ഥ പ്രതിബിംബം. അപ്പം ഹൈറ്റ് ഓഫ് ദി ഇമേജ് യഥാർത്ഥ പ്രതിബിംബമാണ്. അപ്പം മൈനസ് ഇട്ട് കൊടുക്കണം. ഹൈറ്റ് യഥാർത്ഥമാണെങ്കിൽ താഴോട്ടായിരിക്കും മൈനസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ മാഗ്നിഫിക്കേഷൻ HI/HO അതല്ലേ മാഗ്നിഫിക്കേഷൻ. HI എന്താണ്? -2/5. -2/5 2/5 ചെയ്ത് എത്ര കിട്ടും? ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാടാ. അപ്പോൾ ഇവിടെ ഒരു 0 വരും. നമുക്ക് എന്താണ്? 4 കയറ്റി കൊടുക്കാം. -0.4 എന്ന് വരും. ക്ലിയർ ആയോ? നിങ്ങൾ ഇവിടെ ഈ മൈനസ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ 4 എന്ന് എഴുതി വെക്കും. 0.4 എന്ന് എഴുതി വെക്കും. ഇവിടെ പ്രതിബിംബത്തിന്റെ പ്രത്യേകത കണ്ടുപിടിക്കാൻ വല്ലതും യഥാർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ പണി എന്ത് ചെയ്യും? പാളും. ക്ലിയർ ആയോ? ഇനി അടുത്ത് ഇത് ഏത് ദർപ്പണമായിരിക്കും? യഥാർത്ഥ പ്രതിബിംബം രൂപീകരിച്ചത് കൊണ്ട് അത് ഏത് ദർപ്പണമാണ്? കോൺകേവ് ദർപ്പണമാണ്. കോൺകേവ് ദർപ്പണത്തിന് മാത്രമേ യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കാൻ വേണ്ടി പറ്റൂ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കണ്ണാടി ഉണ്ടാക്കുന്ന മാഗ്നിഫിക്കേഷൻ -1.5 ആണ്. ക്ലിയർ ആയോ? മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ അത് റിയൽ ഇമേജ് ആണ് അല്ലേ? റിയൽ ഇമേജ് ആണെങ്കിൽ അത് ഏത് മിറർ ആയിരിക്കും? കോൺകേവ് മിറർ ആയിരിക്കും. അത് ആദ്യമേ ഓർത്ത് വയ്ക്കുക. അടുത്ത അപ്പോൾ ഞാൻ ഇവിടെ എഴുതുന്നു മാഗ്നിഫിക്കേഷൻ -1.5 രൂപപ്പെടുന്നു. പ്രതിബിംബത്തെക്കുറിച്ച് എന്താണിത് സൂചിപ്പിക്കുന്നത്?
ഇത് ഏതരം കണ്ണാടിയാണ് അല്ലെങ്കിൽ ഏതരം കണ്ണാടിക്കാണ് ഇത് സൃഷ്ടിക്കാൻ വേണ്ടി പറ്റുന്നത്. സോ സിംപ്ലി നമുക്ക് എന്തൊക്കെ പറയാൻ വേണ്ടി പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ നോക്ക്, മാഗ്നിഫിക്കേഷൻ -1.5 ആണ്. അതായത് മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ വസ്തു ഏതാണ്? റിയൽ ആണ്. എന്താണ്? അതേപോലെ തലകീഴനെയാണ്. അതേപോലെ ഇവിടെ മാഗ്നിഫിക്കേഷൻ നോക്ക് ഒന്നിനേക്കാൾ കൂടുതലല്ലേ, അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഇമേജ് കൂടുതലാണ്. അതായത് നമ്മൾ വച്ച വസ്തുവിനേക്കാൾ വലിയൊരു പ്രതിബിംബമാണ് നമുക്കവിടെ കിട്ടിയത്. ഇത് ഒന്നും ചെയ്യാൻ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. റിയൽ ആയതുകൊണ്ട് ഇവിടെ ഏതരം കണ്ണാടിയാണ്? അത് കോൺകേവ് കണ്ണാടിയാണ്. ക്ലിയർ ആയോ? കോൺകേവ് കണ്ണാടി എന്ന് എഴുതിയിട്ട് കോൺകേവ് മിറർ ആണ്, അഥവാ കോൺകേവ് ദർപ്പണമാണ്. സിമ്പിളി അല്ലേ? ഇത് കണക്കൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ലേ? സോ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയതുകൊണ്ട് റിയൽ ആണ്, തലകീഴിനെയാണ്. ഒന്നിനേക്കാൾ കൂടുതലായതുകൊണ്ട് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്, ഹൈറ്റ് ഓഫ് ദി ഇമേജ് കൂടുതൽ, ഒബ്ജക്റ്റിനേക്കാൾ വലുതാണ് കിട്ടിയത്. ഇതൊരു കോൺകേവ്, റിയൽ ആയതുകൊണ്ട് കോൺകേവ് മിറർ ആണ്. ഇനി ഇവിടെ ലെൻസ് എന്നായിരുന്നു ചോദ്യങ്ങളല്ല, ലെൻസ് എങ്കിൽ ഇവിടത്തത് മാത്രം മാറും. ഇത് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആയിട്ട് മാറും. മനസ്സിലായോ നിങ്ങൾക്ക്? കോൺവെക്സ് ലെൻസ് ആയിട്ട് മാറും. അടുത്ത് നോക്കിക്കോ, 3 സെന്റിമീറ്റർ, ഇതുവരെ എളുപ്പം. ഇതുതൊട്ടാണ് നമുക്ക് പരിപാടി തുടങ്ങുന്നത്. 3 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു 20 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ വെച്ചാൽ 10 സെന്റിമീറ്റർ അകലെ വെച്ചാൽ ദർപ്പണത്തിന്റെ സ്ഥാനം, സ്വഭാവം, വലിപ്പം എന്നൊക്കെയാണ് ദർപ്പണത്തിനുള്ള പ്രതിബിംബത്തിന്റെ സ്ഥാനം, സ്വഭാവം, വലിപ്പം എന്നിവ കണ്ടെത്തണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ് നോക്ക്, 3 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്, വസ്തുവിൻ്റെ ഹൈറ്റ് എത്ര? 3 സെൻറ്റിമീറ്റർ. വസ്തു 20 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ദർപ്പണം. അപ്പോൾ ഫോക്കസ് ദൂരം -20 സെൻറ്റിമീറ്റർ. അപ്പോൾ ഫോക്കസ് ദൂരം നമ്മൾ നോക്കണം. കോൺകേവ് ആണെങ്കിൽ ഫോക്കസ് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. മുന്നിൽ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ 10 സെൻറ്റിമീറ്റർ അകലെ വെച്ചാൽ, അപ്പോൾ യു എത്രയാണ്? 10. യു നമ്മൾ 10 എടുക്കുമ്പോൾ എന്ത് എടുക്കണം? -10. കോൺകേവ് ആണെങ്കിലും കോൺവെക്സ് ആണെങ്കിലും മൈനസ് എടുക്കണം. പ്രതിബിംബം എവിടെ കിട്ടും? പ്രതിബിംബത്തിൻ്റെ സ്വഭാവം, വലിപ്പം എന്നിവ കണ്ടെത്തുക. സോ ആദ്യം നമുക്ക് പ്രതിബിംബത്തിൻ്റെ വി ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം 1/f = 1/v. മൈനസ് അല്ല, പ്ലസ് ആണ്. 1/u ദർപ്പണമായോണ്ട് പ്ലസ്, ലെൻസ് ആയിരുന്നെങ്കിൽ മൈനസ്. സോ ഈസിക്കൽ ടു നമുക്കിവിടെ എന്തൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 1/v അല്ലേടാ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 1/v + 1/u ഈസിക്കൽ ടു 1/f എന്ന് എഴുതാം. സോ 1/v = 1/f, ഈ പ്ലസ് യു അപ്പുറത്ത് പോയാൽ -1/u എന്ന് എഴുതും. ക്ലിയർ? സോ നമുക്ക് ആ ഇക്വേഷൻ കിട്ടി. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1/v ആണ്. 1/v കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? സോ 1/f ന്ന് 1/u എന്ത് ചെയ്യണം? കുറയ്ക്കണം. സോ ഇവിടെ 1/f എത്രയാണ്? f -20 ആണ്. -1/-10 എന്ന് എന്ത് ചെയ്യും? കിട്ടും. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? സോ അപ്പം ഇത് ഞാൻ ഇനി ഇവിടെ നിന്നെടുത്ത് കളയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ആൾറെഡി കണ്ടല്ലോ, ഇക്വേഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത് കളഞ്ഞിട്ട് ഇതിനെ ഇങ്ങോട്ടാക്കിയെങ്കിൽ നമുക്ക് ഫുൾ എഴുതാൻ വേണ്ടി പറ്റും. സോ നോക്കിക്കോ, നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 1 × -10 ബ്രാക്കറ്റ് -1 × -20 ബ്രാക്കറ്റ് ക്ലോസ്, -20 × -10. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ -10 × 1 എത്രയാണ്? -10 തന്നെയാണ്. -1 × -20 എത്രയാണ്? -20 ഡിവൈഡഡ് ബൈ -20 × 10 എത്രയാടാ? 200 എന്ന് കിട്ടും അല്ലേ? മൈനസും ക്യാൻസൽ ആകും. സോ -10, ഈ മൈനസും എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ എന്തെന്ന് വരും? നമുക്ക് ഇവിടെ ഒരു പ്ലസ് വരും. -10 + 20 എന്ന് വരും. അപ്പോൾ നമുക്ക് എത്ര എന്ന് വരും? 10 എന്ന് വരും. 10/200 വെട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/20. സോ വി നമുക്ക് എത്ര എന്ന് കിട്ടും? 20 എന്ന് കിട്ടും. ക്ലിയർ? v20 എന്ന് കിട്ടും. ഗൈസ്, കോൺകേവ് ദർപ്പണത്തിൻ്റെ വി എപ്പോഴും നെഗറ്റീവ് ആവണ്ടേ? വി എങ്ങനെ പോസിറ്റീവ് വന്നു? വി പോസിറ്റീവ് വരും. ഇവിടെ എഫിനും പിക്കും ഇടയിലാണ് വസ്തു വച്ചിട്ടുണ്ടായിരുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലാസ് ഫുള്ള് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. പകുതി വരെ കണ്ട് അയ്യോ ഒന്നും മനസ്സിലാവില്ല, പോയ ഒരു സംഭവം കിട്ടൂല. നിങ്ങൾ നോക്ക്, ഞാനിത് എന്തിനു പറഞ്ഞു തന്നു? അവിടെ ഞാൻ എന്തിനാണ് അത്രയും കഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ പോയിന്റ് മനസ്സിലായാൽ
കോൺകേവ് ദർപ്പണമാണെങ്കിൽ വി ചിലപ്പോൾ എന്തായിട്ട് മാറാം, പോസിറ്റീവായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കേസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും എന്ത് ചെയ്തത് കഷ്ടപ്പെട്ടത്. വി പോസിറ്റീവായി കോൺകേവ് ദർപ്പണത്തിന് വി എങ്ങനെ പോസിറ്റീവായി എക്സ്പെക്ട് ചെയ്യാം. കാരണം അവിടെ കിട്ടിയത് വെച്ചത് എവിടെയായിരിക്കും, എഫിൻ്റെയും പിൻ്റെയും ഇടയിലായിരിക്കും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പം വിയും എനിക്കറിയാം, യുവും എനിക്കറിയാം, മാഗ്നിഫിക്കേഷൻ എനിക്ക് കണ്ടുപിടിച്ചൂടെ, അതേപോലെ ബാക്കി കാര്യങ്ങൾ കണ്ടുപിടിച്ചൂടെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് എന്ത് ചെയ്യാണ്, കോപ്പി ചെയ്ത് അപ്പുറത്തോട്ട് കൊണ്ടുവരികയാണ് എടാ. സോ അവിടെ ഇപ്പം നമുക്ക് എന്തൊക്കെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് അറിയാം 3 സെൻറ്റിമീറ്റർ ആണ്, ഫോക്കൽ ലെങ്ത് അറിയാം, ഇനി ഫോക്കൽ ലെങ്ത് വേണ്ട, എനിവേ ഫോക്കൽ ലെങ്ത് അറിയാം -20 സെൻറ്റിമീറ്റർ ആണ്, യു അറിയാം, യു എത്രയാണ് -10 സെൻറ്റിമീറ്റർ ആണ്, വി എത്രയാണ്, വി പോസിറ്റീവ് ആണ്, എത്രയാണെന്ന് കിട്ടി 20, വി 20 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് സ്ഥാനം കിട്ടി. അടുത്തത് സ്വഭാവം വലിപ്പം. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചാൽ പോരെ, മാഗ്നിഫിക്കേഷൻ പ്രതിബിംബത്തിൻ്റെ സ്വഭാവവും വലിപ്പവും കണ്ടുപിടിക്കാൻ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചാൽ മതിയടാ. സിംപ്ലി നിങ്ങൾ ആലോചിച്ച് നോക്കുക, v/u ചെയ്താലും എനിക്ക് എന്ത് കിട്ടും, മാഗ്നിഫിക്കേഷൻ കിട്ടും. പക്ഷേ ഇവിടെ -v/u ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, -v/u ചെയ്താൽ എനിക്കിവിടെ എന്ത് കിട്ടും, മാഗ്നിഫിക്കേഷൻ കിട്ടും. സോ നമുക്ക് തിരിച്ചെഴുതാം അല്ലേ, സോറി, മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു -v/u -20 ഡിവൈഡഡ് ബൈ -10. അപ്പോൾ മാഗ്നിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്താണ് 2 എന്ത് ചെയ്യും കിട്ടും. മാഗ്നിഫിക്കേഷൻ നമുക്ക് എത്രയാണെന്ന് കിട്ടും, 2 കിട്ടും. മാഗ്നിഫിക്കേഷൻ 2 കിട്ടിയാൽ അതിനർത്ഥം പോസിറ്റീവ് അല്ലേ, പോസിറ്റീവ് വാല്യൂ അല്ലേ. സോ കിട്ടിയ പ്രതിബിംബം മിഥ്യയാണ്, പോസിറ്റീവ് വാല്യൂ കിട്ടിയാൽ മിഥ്യയാണ്, നിവർന്നതാണ്. സിമ്പിൾ അല്ലേ, മിഥ്യയാണ് നിവർന്നതാണ്. സോ സാറേ കോൺകേവ് അല്ലേ, മിഥ്യയും നിവർന്നതും വരും. എഫിൻ്റെയും പിൻ്റെയും ഇടയിൽ വെക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് മിഥ്യയും നിവർന്നതും കിട്ടുന്നത് കോൺകേവില്. അവിടെയല്ലേ വി എന്ത് കിട്ടിയത്, പോസിറ്റീവ് കിട്ടിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വി പോസിറ്റീവ് കിട്ടിയാൽ മാഗ്നിഫിക്കേഷൻ പ്ലസ് കിട്ടി, മിഥ്യയും നിവർന്നും കിട്ടി. ഒരു അതിശയമില്ല. നമുക്ക് ഒരു അതിശയമില്ല. കാരണം കോൺകേവിലെ എഫിൻ്റെയും പിൻ്റെയും ഇടയിൽ വെച്ച കണ്ടീഷൻ എടുത്ത് നോക്കി നോക്കുക, അവിടെ മിഥ്യയായിരിക്കും, നിവർന്നതായിരിക്കും. അതുകൊണ്ടല്ലേ അവിടെ നമുക്ക് വി എന്ത് കിട്ടിയത്, പോസിറ്റീവും കിട്ടിയത്. ക്ലിയർ ആയോ, കണക്റ്റ് ആയോ, എല്ലാം കണക്റ്റ് ആയോ. അടുത്ത് നോക്കിക്കോ, വലിപ്പം നമുക്കറിയാം വലുതായിരിക്കും, പ്രതിബിംബത്തേക്കാൾ വലുതായിരിക്കും. നമ്മൾ അതും കൂടി ഈ കണ്ടീഷനോട് പഠിച്ചതാണ്. നമ്മൾ ഇനി ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈ വലുതാണെന്നുള്ള കോൺസെപ്റ്റ് തന്നെ എന്ത് ചെയ്യോടാ കിട്ടും. ക്ലിയർ ആയി, വേണം ഞാൻ ചെയ്ത് കാണിച്ചേടാ. സോ മാഗ്നിഫിക്കേഷൻ 2 കിട്ടിയില്ലേ, നമുക്കറിയാം HI/HO ചെയ്താലും നമുക്ക് എത്രയാണെന്ന് കിട്ടും, 2 കിട്ടും, മാഗ്നിഫിക്കേഷൻ കിട്ടും. സോ HI കണ്ടറിഞ്ഞില്ല, നമുക്ക് ഹൈറ്റ് എത്രയാണ്, എന്താണ് ഒബ്ജക്റ്റ് ഹൈറ്റ് 3 ആണ്, 2. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം, HI = 2 × 3. ഹൈറ്റ് ഓഫ് ദി ഇമേജ് എത്രയായിരിക്കും, 6 ആയിരിക്കും. ക്ലിയർ? അതായത് ഇതിനേക്കാൾ കൂടുതലല്ലേ, അതായത് നമ്മുടെ ഈ 3-നേക്കാൾ കൂടുതലല്ലേ. എന്തുകൊണ്ട് ഇവിടെ നെഗറ്റീവ് അല്ല, പോസിറ്റീവ് കിട്ടി, കാരണം നിവർന്നതാണ്. ക്ലിയർ? നിവർന്നതാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് പോസിറ്റീവാണ്. നേരത്തെയൊക്കെ നമ്മൾ ചെയ്തേലേ HI ഞാൻ എന്തുകൊണ്ട് നെഗറ്റീവ് എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നുണ്ടോ നെഗറ്റീവ്, ഹൈറ്റ് എന്തുകൊണ്ട് -2 എടുത്തു, കാരണം യഥാർത്ഥമാണ്, തലകീഴാണ്. ഇവിടെ എനിക്ക് കിട്ടിയത് എന്തുകൊണ്ട് സാറേ ഹൈറ്റ് ഇവിടെ പോസിറ്റീവ് എന്ന് കിട്ടി, കാരണം ഇത് നിവർന്നതാണ്, മിഥ്യയാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇത്രയും കാര്യം മനസ്സിലായോ? സോ നമ്മൾ കഷ്ടപ്പെട്ട് A to Z പഠിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ലാസ്റ്റേ നമുക്കതിൻ്റെ പ്രയോജനം ഉണ്ടാവും. പെട്ടെന്ന് ചാടിക്കേറി പ്രയോജനം ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കണ കേസല്ല. സോ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള മറ്റൊരു ഇക്വേഷനാണ് R = 2F. ഫോക്കൽ ലെങ്ത് R = 2F. സോ നമുക്ക് ചെയ്തു നോക്കാം. അതോടുകൂടി ഈ ക്ലാസ് കഴിയൂടാ. ഇതുവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ഷമ നിങ്ങൾക്ക് ഉറപ്പായിട്ടും PSC കിട്ടും, 100% ഉറപ്പാണ്ട. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 20 സെന്റിമീറ്റർ ആണ്, 20 സെന്റിമീറ്റർ ആണ്. ഫോക്കൽ ദൂരം കാണുക, നമുക്കറിയാം R = 2F എന്നാണ് ഇക്വേഷൻ. R = 2F. അപ്പോൾ അപ്പോൾ R ആണ് നമുക്ക് എന്തെന്ന് കിട്ടിയത്, 20 എന്ന് കിട്ടിയത്. അതായത് 2F, R = 2F അല്ലേടാ. അപ്പോൾ 20 നമുക്ക് 2F എന്ന് കിട്ടും. തിരിച്ചെഴുത്, 2F = 20. സോ F = 20/2 എത്രയാണെന്ന് കിട്ടും, 10 സെന്റിമീറ്റർ എന്ന് കിട്ടും. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്, F = R/2 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഈ 2 ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ട, നമ്മുടെ കയ്യിൽ R = 2F എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അടുത്തത്, ഒരു ബസ്സിന്റെ റിയർ വ്യൂ മിററിൽ ഉപയോഗിച്ചിരുന്ന കോൺവെക്സ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 0.6 മീറ്റർ ആണ്. ക്ലിയർ? ഇതിൻ്റെ വക്രതാരം എത്ര, നമുക്കിത് സെൻറ്റിമീറ്ററിൽ വേണം, നമുക്കിതിൽ ഏത് വേണം, സെൻറ്റിമീറ്ററിൽ വേണം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആരം, റേഡിയസ് = 2F. അപ്പോൾ 2 ×
0.6 മീറ്ററിനെ എങ്ങനെ നമുക്ക് സെൻറ്റിമീറ്റർ ആക്കാടാ? ഇൻറ്റു 100 ചെയ്താൽ മതി, ഇൻറ്റു 100. സോ അങ്ങനെയാണെങ്കിൽ 6 ഇൻറ്റു 2 അല്ലേ, 6 ഇൻറ്റു 0.2 എത്ര വരും? 1.2 എന്ന് വരും. നിങ്ങൾ സിമ്പിളി ആലോചിച്ച് നോക്ക്, 0.6 ഇൻറ്റു 2 എത്രയാണ്? 1.2 അല്ലേ? ഒരു 100 കൂടെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ എന്തെന്ന് വരും? 120 എന്ന് എന്ത് ചെയ്യും? വരും. ക്ലിയർ ആയോ? 120 സെൻറ്റിമീറ്റർ എന്ന് എന്ത് ചെയ്യും വരും. അല്ലെങ്കിൽ നിങ്ങൾ മര്യാദയ്ക്ക് ചെയ്ത് നോക്കിയാൽ മതിയടാ. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 നിങ്ങൾ വിട്ടുതരാം, 2 ഇൻറ്റു 0.6 അപ്പോൾ എന്തെന്ന് വരും? 1.2 മീറ്റർ എന്ന് വരും. 1.2 മീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണ്? ഈ 1.2 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 100 ചെയ്താൽ മതി. 2 പോയിന്റ് മാറ്റി കുത്തിയാൽ പോരെ? ഒരു പോയിന്റ് മാറ്റുമ്പോൾ 12 ആകും, ഒരു 0 കൊണ്ട് ഇട്ട് കൊടുക്കാം, 120 സെൻറ്റിമീറ്റർ എന്ന് ഉത്തരം കിട്ടും. സോ ഇത്രയും കാര്യമാണ് മിററുമായി ബന്ധപ്പെട്ടും ലെൻസുമായി ബന്ധപ്പെട്ടും എനിക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത്. നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഇതുവരെ ഞാൻ നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും ഞാൻ ഈ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഓക്കെ ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായി വന്ന് ഏതിൻ്റെ അകത്ത് ചോദിക്കാം, ടെലഗ്രാമിൻ്റെ അകത്ത് ചോദിക്കാം. ഫിസിക് PSC എന്നാണ് ടെലഗ്രാമിൻ്റെ പേര്. അതും ഞാൻ വീഡിയോയുടെ ലാസ്റ്റാണ് പറയുന്നത്. കാരണം ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കൺഫ്യൂഷൻ അടിച്ച് അങ്ങേയറ്റം കണ്ടിരുന്നവരാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. സോ നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഗൈസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കുക. ഞാൻ തീർച്ചയായിട്ടും അത് എന്ത് ചെയ്തായിരിക്കും? പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്തൊരു ടോപ്പിക്കിൽ കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. താങ്ക്